ശരീരത്തിന്റെ കേടുപാടുകൾ. ചങ്ങനാശ്ശേരിയിൽ കറുത്ത തങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു മഹാൻ ജീവിച്ചിരുന്നു. ശരീരം നിറച്ച് പുഴുക്കളായിരുന്നു. ചെറിയ ചെറിയ പുഴുക്കൾ ഇങ്ങനെ ഇറങ്ങി വന്നിരിക്കും. ബാങ്ക് കേട്ട് നിസ്കാരത്തിന് സമയമായാൽ അദ്ദേഹം ആ ശരീരത്തിലേക്ക് നോക്കിയിട്ട് ഇറങ്ങി വരൂ മക്കളെ എന്ന് പറയുമ്പോൾ പുഴുക്കളെല്ലാം ഇറങ്ങി വന്ന് ഒരു ഭാഗത്തിരിക്കും. ഇത് ഏത് കാലഘട്ടത്തിൽ ആരോടാണ് പറയുന്നതെന്ന് നല്ല ബോധം എനിക്കുണ്ട്. ഇതൊന്നും നമ്മൾ വിശ്വസിക്കുകയില്ല, എന്ന് നമ്മൾ ചിന്തിക്കുകയില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലും വീട്ടിലും നടന്ന അത്ഭുതങ്ങളാണ്. കിതാബ് നോക്കിയ അത്ഭുതങ്ങൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കുള്ളൂ, അല്ലെങ്കിൽ അതിന് മാത്രമേ തെളിവ് ചോദിക്കുള്ളൂ. ഇതൊക്കെ നമ്മുടെ മുറ്റത്ത് നടന്ന സംഭവങ്ങളാണ്. ഇറങ്ങി വരും മക്കളെ എന്ന് പറയുമ്പോൾ ഈ പുഴുക്കൾ ഇറങ്ങിയിട്ട് ഒരു ഭാഗത്ത് പോയിരിക്കും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പള്ളിക്കകത്ത് പോയി ഉളു കൊടുത്ത് നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഈ പുഴുക്കൾ തിരിച്ച് അതേ ഹോളുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം കൽബിനകത്ത് നിറച്ചു വെച്ചുകൊണ്ട് ജീവിച്ചവരാണ്. 3 രീതിയിലാണ് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ്: മലക്ക്, മനുഷ്യർ, മൃഗം. മലക്കുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചിരിക്കുന്നത് ബിഅഖ്ലിൻ ബിലാ ശഹവത്തിൻ, വികാരമില്ല, ബുദ്ധിയുണ്ട്. വികാരമില്ല മലക്കുകൾക്ക്. പക്ഷേ അവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചിരിക്കുന്നത് ബുദ്ധിയോടുകൂടിയാണ്. വികാരം അവർക്കില്ല. മലക്കുകൾക്ക് വികാരമില്ല. മൃഗങ്ങളെ, മനുഷ്യരെ അല്ലാഹു പടച്ചിരിക്കുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരെ പടച്ചിരിക്കുന്നത് എന്റെ പ്രിയമുള്ളവരെ വികാരത്തോടുകൂടിയും അതുപോലെ തന്നെ ബുദ്ധിയോടുകൂടിയുമാണ്. മൃഗങ്ങളെ പടച്ചിരിക്കുന്നത് ബുദ്ധിയില്ല, വികാരം മാത്രമേ ഉള്ളൂ. മലക്കുകൾക്ക് ബുദ്ധി, മൃഗങ്ങൾക്ക് വികാരം. മനുഷ്യന് ബുദ്ധിയും വികാരവും ഒരുമിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തു. എന്നിട്ട് അബൂ ഹാമിദ് അൽ-ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ വലബ അഖ്ലുഹു അലാ ശഹവതിഹി, ആരുടെയെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള വികാരത്തെക്കാൾ അവന്റെ ബുദ്ധി മികച്ചു നിന്നാൽ, വികാരത്തിന് 10 മാർക്കും ബുദ്ധിക്ക് 90 മാർക്കും വാങ്ങിയെടുക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും കഴിഞ്ഞാൽ, വികാരത്തെ തോൽപ്പിക്കുന്ന ഒരു ബുദ്ധി നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിശ്രമം നടത്തി അങ്ങനെ ഒരു ത്യാഗം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഹുവ ഖൈറും മിനൽ മലായിക, ആ മനുഷ്യൻ മലക്കുകളെക്കാൾ ഉത്തമനാണെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു. അവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. നമ്മുടെ വികാരത്തെ ബുദ്ധി കൊണ്ട് പരാജയപ്പെടുത്തിയവർ, സ്വന്തം വികാരത്തിന്റെ താല്പര്യങ്ങളെ ബുദ്ധി കൊണ്ട് പരാജയപ്പെടുത്തിയവർ, അവരാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഔലിയാക്കൾ. അല്ലാഹുവേ, അവരുടെ മുമ്പിൽ വന്നിരിക്കാൻ യോഗ്യതയില്ലെങ്കിലും അവരുടെ പൊരുത്തം ചോദിക്കുന്നു. ഈ വലിയ മഹനീയ വേദിയുടെ ബറക്കത്ത് കൊണ്ടാ പൊരുത്തം തരണേ അല്ലാഹ്. വമൻ വലബ അഖ്ലുഹു അലാ ശഹവതിഹി വഹുവ ഖൈറും മിനൽ മലായിക, അവർ മലക്കിനേക്കാൾ ഉന്നതന്മാരാണ്. എന്നിട്ട് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, വമൻ വലബ ശഹവതുഹു അലാ അഖ്ലിഹി, ആരുടെയെങ്കിലും വികാരം ബുദ്ധിയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ വഹുവ ശർറും മിനൽ ബഹായിമി, അവൻ മൃഗത്തെക്കാൾ പതിച്ചു പോയവനാണ്. വികാരത്തിന് വേണ്ടിയിട്ട് ബുദ്ധിയെ പരാജയപ്പെടുത്തിയവൻ നാട്ടിൽ നടന്നു പോകുന്ന തെയ്യോട്ടിച്ചിറയുടെ പരിസരത്ത് കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്ന പോത്തിനെക്കാല് മോടിയെക്കാല് അവൻ വൃത്തികെട്ടവനാണെന്ന് ഗസാലി ഇമാം റളിയല്ലാഹു തആല പറയുകയാ. സുബ്ഹാനല്ലാഹ്, ഏത് വേണം എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, മലക്കിനേക്കാൾ ഉന്നതമായ പദവിയിലെത്തിയപ്പോഴാണ് കേറുക. നബിയോരേ, നിങ്ങൾ കേറാൻ മടിക്കേണ്ട, പോരുക നബിയോരേ, നിങ്ങൾ പോരാൻ മടിക്കേണ്ട. ഇല്ല നബിയേ, ഇനി എനിക്ക് കടന്നു വരാൻ കഴിയില്ല നബിയേ. ആകാശലോകത്തിന്റെ അത്യത്ഭുതങ്ങളുടെ കാഴ്ചകൾ കാണിച്ച ജിബ്രീൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്നില്ല. എന്റെ ചിറക് കരിഞ്ഞു പോകും നബിയേ, എന്റെ ചിറകിന്നതിനുള്ള ശക്തിയില്ല നബിയേ, ഇവിടെ അങ്ങോട്ട് കടന്നു വരാനുള്ള അനുവാദം എനിക്കില്ല നബിയേ. ആ അനുവാദം ജിബ്രീലിനേക്കാൾ പദവിയിലേക്ക് ഉയർന്നു പോയ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖൈറും മിനൽ മലായിക
ഖിതാബിക ഖൈറുൻ മിനൽ മലായിക ഖൈറുൻ മിനൽ മലായിക. തന്റെ വികാരങ്ങളെ ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടൽ കയ്യുസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? സ്വന്തം ശരീരത്തെ, സ്വന്തം പ്രവർത്തനങ്ങളെ അല്ലാഹുവേ പടച്ചവരെ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് സ്വന്തം പ്രവർത്തനങ്ങളെ പരലോകത്തിന് വേണ്ടി മരണത്തിന് ശേഷമുള്ള ഒരു ലോകത്തിന് വേണ്ടി മാറ്റിവെച്ചവനാണ് ബുദ്ധിമാനും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പദവിയിലെത്തിയത് കൊണ്ടല്ലേ സൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ പരിസരത്ത് കുറെ ആടുകൾ നിൽക്കുന്നു. ഞാൻ പോയി കണ്ടു. അന്ന് വന്നപ്പോ എനിക്കത് കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യം അതിനുള്ളൊരു സൗകര്യം കിട്ടി. എത്ര ആടുകളാണെന്നറിയോ? ഞാൻ എന്റെ കൂടെ വന്ന സഹോദരങ്ങൾ അന്നേരം അന്വേഷിച്ചൊരു ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി വീട്ടുകാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. എത്ര ആടുകളാണെന്നറിയോ? എല്ലാവരും നല്ല ഉഷാറിലിരിക്കുകയാണ്. ഇന്ന് തന്നെ കിട്ടുമോ ഉസ്താദെ? അതെ, 6-ാം തീയതി കിട്ടോളാന്നാണ്. സമാപന ദിവസം തന്നെയാണ്. നിങ്ങൾക്കത് കഴിക്കാനുള്ള ആഗ്രഹമാണ്. അതൊരു ബറക്കത്തും ഗുരുത്വമല്ലേ? ഹബീബ് ഫൈസ് വന്നോളനെ പറയണം നാടൻ കോഴി നാടൻ കോഴി എന്ന് പറഞ്ഞു. നാടൻ കോഴികളുണ്ട്, നല്ല നല്ല ഇനം ആടുകളൊക്കെ. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, എങ്ങനെ കിടന്ന നാടാണ്. അള്ളാന്റെ ഔലിയാക്കളുള്ള മണ്ണിൽ വളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഉള്ളവർ കൂടി കുത്തിത്തിരിപ്പിന്റെ ആളുകളാവാൻ പാടില്ല. എങ്കിൽ വളരില്ല. മറ്റു ദുനിയാവെ വളരുള്ളൂ, പിന്നെ ആത്മീയത വളരില്ല. അവിടെ ഉള്ളവർ ആത്മീയതയുള്ളവരും ആത്മാവുള്ളവരുമായാൽ ആ നാട്ടിൽ ആത്മീയത വളരും. ഇല്ലെങ്കിൽ ഔലിയാക്കളെ കൊണ്ട് ദുനിയാവെ വളരുള്ളൂ, ആത്മീയത വളരില്ല. നമ്മൾ എന്താണോ വളരാൻ ആഗ്രഹിക്കുന്നത് അത് വളരും. നമുക്കിവിടെ ദുനിയാവ് വളരണമെന്നുള്ള ആഗ്രഹമില്ല. നമുക്ക് ആത്മീയത വളരണം. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ യുവസുഹൃത്തുക്കൾ, നമ്മുടെ നാട് ആത്മീയതയുടെ പ്രഭയും പ്രകാശവും കൊണ്ട് നിറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വമൻ ഗലബ ശഹവതുഹു അലാ അഖ്ലിഹി. ബുദ്ധിയേക്കാൾ വികാരമാണ് ആർക്കെങ്കിലും ജയിച്ചു നിൽക്കുന്നതെങ്കിൽ വഹുവ ശർറുൻ മിനൽ ബഹായിമി. അവൻ മൃഗത്തെക്കാൾ ഏറ്റവും വലിയ അക്രമകാരിയാണ്, വിപത്താണ്, ദുർക്കിഷ്ടനാണ്. അതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? മൃഗം ചെയ്യാത്ത വൃത്തികേടുകൾ, മൃഗം ചെയ്യാത്ത കോമാളിത്തരങ്ങൾ, മൃഗം ചെയ്യാത്ത തോന്നിവാസങ്ങൾ ഇന്ന് മനുഷ്യൻ ചെയ്യുമ്പോ നമ്മൾ അത്ഭുതപ്പെട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നു. അവൻ മനുഷ്യനാണോ മൃഗമാണോ എന്ന് നമുക്കറിയുന്നില്ല. നമുക്കിതിൽ ഏതാകണം? നമ്മൾ പറയും മലക്കിനേക്കാൾ ഉന്നതനായാൽ മതി. പറയാൻ നല്ല എളുപ്പമാണ്, പറയാൻ നല്ല എളുപ്പമാണ്. മലക്കിനേക്കാൾ ഉന്നതനാണ്. പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ, ശരീരത്ത് ഓരോ മണിക്കൂറിലും ആണി അടിച്ചു കയറ്റുന്ന വേദനയായിരിക്കും അല്ലാഹു തരുന്നത്. മാനസിക പിരിമുറുക്കം, പ്രയാസം, സങ്കടം, ദുഃഖം ഒക്കെ വരും. ഇവരൊക്കെ ഈ മഹാനുഭാവനായിട്ട് ഇങ്ങനെ കിടക്കുന്നതേ ഒരു സുപ്രഭാതത്തിന് ഞെട്ടിക്കൊണ്ടൊന്ന് പച്ചപ്പൊട്ടുകൊണ്ട് വന്ന് കിടന്നതല്ല. തീച്ചൂളയിൽ വെന്തുരുകിയിട്ടാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ആ പദവിയിലേക്ക് എത്തിയത്. അല്ലാതെ കണ്ടവനെ കടപ്പിണ്ടയിലിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് കുറ്റം പറയാൻ മാത്രം അവര് പഠിച്ചതുപോലെ പല സ്ഥലങ്ങളിലും അത്ഭുതപ്പെടണം. ഇതെന്തോ ഒരു കഴിവാണ്, ഇതെന്തോ ഒരു ഈമാനാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ടം കണ്ടിട്ട് ഒരു പക്ഷേ മലക്കുകൾ അത്ഭുതപ്പെട്ട് കാണുമല്ലോ. ആ മലക്കുകൾ അത്ഭുതപ്പെട്ട് കാണുമല്ലോ. ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതവും കറാമത്തിന്റെ കനകക്കൊട്ടാരം തീർത്ത സ്വർണ്ണലിപികൾ കൊണ്ട് ലേഖനം ചെയ്യപ്പെട്ട മനോഹരമായ ചരിത്രമാണല്ലോ. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പ്രവാചകരെ സ്നേഹിച്ച് അവസാനം അത്ഭുതകരമായിട്ട് കവിത എഴുതാൻ തീരുമാനിച്ചു. പുള്ളിയില്ലാത്ത അക്ഷരം കൊണ്ട് 27 വരി കവിത എഴുതി ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു. പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ, അലിഫ്, വാവ്, റാ അങ്ങനെ തുടങ്ങി പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് മാത്രം 27 വരി കവിത. നമ്മളെപ്പോലെ ലേഖനം എഴുതുമ്പോൾ കോപ്പി അടിച്ച് എഴുതുന്ന പോലെയല്ല. പാട്ടെഴുതുമ്പോൾ മറ്റേ പാട്ടിന്ന് പകരം ഈ പാട്ടിന്ന് പകരം അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. അങ്ങനെ പല ബിരുദന്മാരും ഇടയിലുണ്ട്. പലരും അയ്യോ എന്നെ അങ്ങനെ മനസ്സിലാക്കുക. ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു 27 വരി പുള്ളിയില്ലാത്ത അറബി അക്ഷരങ്ങൾ കൊണ്ട് മാത്രം. ബഹുമാനപ്പെട്ടവർ ആരംഭ റസൂലിനെ കുറിച്ച് പാടി, ലാഹൽ ഇലാഹു ഇലാഹുല്ലാഹി ലില്ലാഹി ദായിൻ റസൂലുള്ളാഹി ലിൽ ഉമമി
ലാഹൽ ഇലാഹു ഹിലാലുല്ലാഹി ഉല്ലലിമി ലില്ലാഹി ദായിൻ റസൂൽ ലില്ലാഹി ലില്ലുമമി. മലക്കുകൾ അത്ഭുതപ്പെടാതിരിക്കുമോ? പേനയെങ്ങോട്ട് എടുത്തു കിടന്നാ പിന്നെ അത്ഭുതങ്ങളുടെ വരകളും വരികളുമാണ്. മലക്കുകൾക്ക് എങ്ങനെയാണ് അത്ഭുതം വരാതിരിക്കുക? 27 വരികൾ അങ്ങനെ എഴുതി പ്രവാചകനോടുള്ള മഹബത്ത് എഴുതി തീർത്ത് പൊട്ടിക്കരന്ന് കരഞ്ഞൊലിപ്പിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്നിട്ട് തീരുമാനിച്ചു, പുള്ളിയുള്ള അക്ഷരം കൊണ്ട് മാത്രം ഇനി ഒരു കവിത എഴുതണം. പുള്ളിയുള്ള അക്ഷരങ്ങൾ മാത്രം എടുത്തിട്ട് കവിത, നൂനുകൊണ്ട് താവുകൊണ്ട് താവുകൊണ്ട് ബാവുകൊണ്ട് അങ്ങനെ പുള്ളിയുള്ള അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ഒരു കവിത. യുശദ്ദിഖുനി ശഗഫി ഫഖിതു തജന്നുബി ബിനിസ്ഖിൻ സദീൻ അൻ നബീതു നശിഖു. ഒരക്ഷരത്തിന് പോലും പുള്ളിയില്ലാത്തതായിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു, ഞാനിതൊക്കെ പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാനിത് പറയുമ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച് രോമാഞ്ചം കൊണ്ടുകൊണ്ട് കിടക്കും ബഹുമാനപ്പെട്ട ഖമ്മു സൂഫി റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദും. ബഹുമാനപ്പെട്ട ഔലിയാക്കളുടെ അർവാഹുകൾക്ക് ഇതൊക്കെ കേൾക്കാൻ വലിയ ഉത്സാഹമാണ്. അവരുടെ സുഹൃത്തുക്കളാണ്, അവരുടെ കൂട്ടുകാരാണ്. ആത്മീയ ലോകത്തെ സൗഹൃദത്തിന്റെ രാജകുമാരന്മാരാണ് അവർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു 2:30 മണി സമയത്ത് ഒരു വെള്ളം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആരും ആ ഭാഗത്തേക്ക് തന്നെ പോയില്ല. വലിയ താക്കൂരിട്ട് കുടിക്കാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആവശ്യപ്പെട്ട സമയമൊക്കെ കഴിഞ്ഞ് സുബഹി ബാങ്കിനോട് അടുത്ത സമയമായപ്പോ അവര് റൂമിനകത്ത് നിന്ന് ജയിലറയിൽ ചെന്ന് നോക്കിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. പൂട്ട് തുറന്നിട്ടില്ല, താക്കോൽ ആരും കൊടുത്തിട്ടുമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. അപ്പോ അന്വേഷിച്ച് നടന്നു. ഒരാൾ ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? പറഞ്ഞു, നമ്മുടെ അകത്തുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. അവര് പറഞ്ഞു, അദ്ദേഹമാണല്ല പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കെട്ടുകഥയല്ല, ഇത് ആരെങ്കിലും എഴുതിയ ചെറുകഥയോ നോവലോ അല്ല. ലോകം അത്ഭുതപ്പെട്ടുപോയ അള്ളാഹുവിന്റെ വലിയന്റെ ചരിത്രമാണ്. പള്ളിക്കകത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാ. പോലീസുകാർ ഒരാൾ പള്ളിക്കകത്ത് നോക്കും, ഓടി വന്നിട്ട് ജയിലറയിൽ പൂട്ടിയിട്ടിരുന്ന താഴ് നോക്കും. ഒന്ന് ചലിച്ചിട്ട് പോലുമില്ല. എങ്ങനെയാണ് പുറത്തു വന്നത്? എങ്ങനെയാ പുറത്തു വന്നത്? മാസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ. ദിക്റ് ചൊല്ലിയിട്ട് ഇബാദത്ത് ചെയ്തിട്ട് അല്ലാഹുവിന്റെ പൊരുത്തം നേടിയിട്ട് ജീവിച്ചു പോയ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അവരങ്ങോട്ട് വളർന്നു പോയാൽ, അവരല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുയർന്നു പോയാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹത്താ കൂന ലഹു യദം വൽ അർജുലാ. അവരെ കൈ ഞാനാകും, അവരുടെ കാല് ഞാനാകും എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഔലിയാക്കളുടെ കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണ്. സാധാരണ മനുഷ്യന്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഔലിയാക്കളുടെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് സയ്യിദന്മാര് വരുമ്പോ, ഔലിയാക്കൾ വരുമ്പോ ഞങ്ങൾ ഓടിച്ചെന്നിട്ട് ആ കയ്യൊന്ന് തൊട്ടിരുന്നെങ്കിലല്ലാ, ആ കയ്യൊന്ന് തൊട്ടിരുന്നെങ്കിലല്ലാ, ആ കയ്യൊന്ന് തൊട്ടിരുന്നെങ്കിലല്ലോ. അതുകൊണ്ടാണ് അവര് വിട പറയുമ്പോ ഞങ്ങൾ ചങ്ക് പൊട്ടിക്കരയുന്നത്. അതുകൊണ്ടാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ കബറിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാര് കണ്ണുനീരിന്റെ സാഗരം തീർത്തത് എന്തുകൊണ്ടെന്നറിയോ? ഇതൊരു വലിയ ബറക്കത്തിന്റെ ബഹറാണല്ലോ തമ്പുരാനെ. കോഴിക്കുട്ടി ഉസ്താദിന്റെ ചെറിയ വീടിന്റെ മുറ്റം കണ്ണീരിന്റെ ചാലുകുത്തി ഒഴുകാൻ കാരണമായത് ഈ കിടക്കുന്നത് വലിയ ഒരു സ്നേഹത്തിന്റെ ബറക്കത്തിന്റെ റഹ്മത്തിന്റെ റാഹത്തിന്റെ പവറിന്റെ ബഹറാണല്ലോ. മഹാനുഭാവന്മാര് സുന്നത്തുകൾ കൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുയരുന്നവരാണ്. അങ്ങനെ ഉയർന്നു പോകുമ്പോ അവിടെ കയ്യും കാലും ഞാനായി മാറുമെന്ന് അല്ലാഹു പറയുമ്പോ, അതുകൊണ്ട് മറുകാലിക്ക് ജയിലറയിൽ നിന്ന് പള്ളിയിൽ പോകാൻ പൂട്ടു തുറക്കാൻ താക്കോൽ ആവശ്യമില്ല. ഒരുത്തനും വന്ന് വാതിൽ തുറന്നു കൊടുക്കണ്ട. മതിൽക്കെട്ടുകൾ തടസ്സമല്ല, കാർമേഘങ്ങൾ തടസ്സമല്ല, മഴക്കാറുകൾ തടസ്സമല്ല, പർവ്വതങ്ങളും മരച്ചില്ലകളും തടസ്സമല്ല.
റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കയ്യും കാലും കൊടുക്കുകയാ. 2 കാല് വെച്ച് നിങ്ങൾ നടക്കുന്ന പോലെയല്ല, ഒരു കാൽപ്പാടം വെക്കുമ്പോ കിലോമീറ്ററുകൾ താണ്ടാനുള്ള പവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കൊടുക്കുന്നതാണ്. അതവര് നേടിയെടുത്തത് കുറെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അല്ലേ? എത്രയോ ഇടത്തെ കാലിന് പകരം വലത്തെ കാല് ബാത്റൂമിൽ ആദ്യമായി പോയതിന്റെ പേരിൽ എത്ര ദിവസം പൊട്ടിക്കരഞ്ഞു. ഒരു സുന്നത്തിന് വിരുദ്ധമായി പോയല്ലോ എന്ന് ചിന്തിച്ചിട്ട്. നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരം എത്രയാ നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മളെല്ലാവരും സുന്നത്തെ മാത്തുകാരല്ലേ? ഞാൻ പറയുന്നു, നമ്മുടെ പ്രവർത്തന മേഖലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അത് നമ്മുടെ ഇബാദത്തിന്റെ കുറവ് കൊണ്ടാണ്. നമ്മൾ ശത്രുക്കളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല, നമ്മൾ ചെയ്യണം. മഹാന്മാര് ചെയ്തതുപോലെ അത്രയും പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും സമയവും ആരോഗ്യവും കണ്ടെത്തി നമ്മൾ ചെയ്യണം സഹോദരങ്ങളെ. എങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അള്ളാന്റെ കോടതി ചെല്ലുമ്പോൾ അവരെ മുഖത്ത് നോക്കാൻ നമുക്ക് പറ്റൂല. ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ 40 ദിവസത്തോളം പൊട്ടിക്കരഞ്ഞ അറിയപ്പെട്ട ഒരു മഹാനായ വലിയ പറഞ്ഞതെന്താ? ഞാൻ എങ്ങനെ അള്ളാന്റെ കോടതിയിൽ പോയി എന്റെ മുത്തിന്റെ മുഖത്ത് നോക്കുമെന്നാണ്. പരലോകത്തൊരു രക്ഷയുമില്ലാതെ ഞാൻ നിൽക്കുമ്പോൾ അല്ലാഹുവേ, ആ ശഫാഅത്ത് ഞങ്ങൾക്ക് തരണയല്ല. ആ മുത്തറസൂലിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും, ഒരു ചിന്ത പോലും, ഒരു ചലനം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തല്ല റബ്ബേ. ആ മഹാനുഭാവന്മാര് പറയുകയാ, എങ്ങനെയാണ് ഞങ്ങൾ ആ റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കുക? ഒരു സുന്നത്ത് ചെയ്യാൻ നേരം കിട്ടാത്തവനായി പോയല്ലോ എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമോ? ആ മുഖത്ത് നോക്കാൻ ഞങ്ങൾക്ക് ലജ്ജയാണ്. അതുകൊണ്ടൊരു സുന്നത്ത് പോലും നഷ്ടപ്പെടുത്താതെ ജീവിച്ച് ഹത്താ കൂന ലഹു യദംവൽ അർജുലാ, അവരുടെ കൈയും കാലും ഒക്കെ പടച്ചവനാകുമെന്ന് ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ, അവര് കൈകൊണ്ടൊന്ന് തൊട്ടാൽ, അവര് കാലുകൊണ്ടൊന്ന് നടന്നു പോയാൽ, ഒരു സാധാരണക്കാരനായ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങളുടെ, എത്താൻ പറ്റാത്ത അത്ഭുതങ്ങളുടെ കലവറകളിലേക്ക് അവര് കടന്നു പോകുമെന്നാണ് ആ വാക്കിന്റെ സാരമെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മ, ത്യാഗം സഹിക്കാതെ കഷ്ടപ്പെടാതെ അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്താൻ ലോകത്തൊരു ഔലിയാക്കൾക്കും സാധ്യമല്ല. ഇനി ജനിച്ചപ്പോഴേ അവർ ഔലിയാക്കളായിട്ടാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത്, കുത്തുബുൽ അഖ്താബിനെ പോലെ, ഔസുൽ പോലെ. അങ്ങനെയാണെങ്കിൽ ആ ജീവിതം തുടങ്ങുമ്പോൾ ഒരുപാട് ത്യാഗം അനുഭവിക്കേണ്ടി വരും. ജനിച്ചപ്പോഴേ അള്ളാന്റെ വിലായത്തിന്റെ പ്രഭയുമായിട്ടാണ് കടന്നു വന്നതെങ്കിൽ ജീവിതം തുടങ്ങുമ്പോൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സഹാബത്തിനോട്, അഹബ്ബു ശൈഉൻ ഇലല്ലാഹ്, അള്ളാഹുവിന് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭാഗമുണ്ട്. സഹാബികൾ ചോദിച്ചു, അവരാരാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അൽ ഉറബാഉ, അവർ ഉറബാക്കളാണ്. സഹാബികൾ തിരിച്ചു ചോദിച്ചു, നബിയേ വമനിൽ ഉറബാ, ഉറബാ എന്ന് പറഞ്ഞാൽ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഫറാറൂന ബിദീനിഹിം, ദീനും കൊണ്ട് ദുനിയാവിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരാണ്. ദീനും കൊണ്ട് ദുനിയാവിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നവരാണ്. ബാറ്ററിയുടെ ടോർച്ച് ഉപയോഗിച്ചിരുന്ന സമസ്തയുടെ ഗുരുനാഥനോട് മുത്തഹലിങ്ങൾ പറഞ്ഞു, കറണ്ടിന്റെതൊന്ന് വാങ്ങിത്തന്നാലോ? അപ്പോ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പ്ലഗിൽ ഈ കറണ്ടിന്റെ അതിന്റെ പവർ എന്റെ ടോർച്ചിലേക്ക് കയറ്റേണ്ടി വന്നാൽ അള്ളാന്റെ കോടതി കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞ മഹാനുഭാവന്മാരുടെ നാട്ടിൽ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മുടെ പള്ളിയിലും നമ്മുടെ നാട്ടിലും ഒക്കെ നടക്കുന്നത് എന്താ? ഒരു പരിധിവരെ നമ്മൾ സൂക്ഷ്മതയുള്ളവരാണ്. സത്യത്തിൽ അത് അള്ളാന്റെ കോടതിയിൽ ഇല്ലെങ്കിൽ നമുക്ക് വലിയ സങ്കടം വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി നമ്മൾ ആ സൂക്ഷ്മത പാലിക്കണം. എങ്കിലേ ഈ ആണ്ടിന് വരുമ്പോൾ അവരുടെ സ്വീകാര്യത ഉണ്ടാവുകയുള്ളൂ. ഇല്ലാതെ അവിടെ പോയി കുറെ ഖുർആൻ ഓതിയിട്ടൊന്നും അവര് നമ്മളെ മൈൻഡ് ചെയ്യൂല. ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചവും പ്രകാശവും ഒക്കെ വരുമ്പോഴാണ് അവര് കണ്ണു തുറക്കുക. എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പോയ വഴി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ ഈ വന്നിരിക്കുന്നത് എന്ന് പറയും. എല്ലാ കാര്യത്തിൽ നിന്നോടും, ജനങ്ങളിൽ നിന്ന്, പണത്തിൽ നിന്ന്, ആഡംബരത്തിൽ നിന്ന്, സുഖത്തിൽ നിന്നൊക്കെ ഓടി ഒലിച്ചിട്ടാണ്
അവർ വർത്തമാനങ്ങളിൽ അവർക്ക് ആശങ്കകളില്ല. അവർ യാത്ര ചെയ്യുന്ന വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് ആശങ്കകളില്ല, അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ ഉറവാക്കളായതുകൊണ്ടാണ്. ഭൗതിക ലോകത്തിന്റെ സർവ്വസീമകളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനും കൊണ്ട് ഓടിപ്പോകുന്നത് കൊണ്ടാണ്. വലിയെന്ന് പറഞ്ഞാൽ ആരെയൊന്ന് മഹത്തുക്കൾ വിശദീകരിക്കുന്നു. ഇന്ന് 2 കൊല്ലം ഓതിയാൽ പിന്നെ ശൈഖുനമാരാണ് എല്ലാവരും. 2 കൊല്ലം ഓതിയാൽ പിന്നെ നോട്ടീസിൽ കൊള്ളാത്ത പേരും ശൈഖുനായി. അശ്ശൈഖു മൻ ദല്ല അലല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അറിയിച്ചു കൊടുക്കുന്ന ആളാണ് ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളല്ല. അള്ളാഹു എങ്ങനെയാണോ അള്ളാഹുലേക്ക് എത്താനുള്ള വഴി തെളിച്ചു കൊടുക്കുന്നയാൾ, അതിന്റെ റൂട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നയാൾ. ഇന്ന് എഴുതി വെച്ചിരിക്കുന്ന ശൈഖുനമാരിൽ എത്ര ആളിനത് സാധിക്കും? അർഹതപ്പെട്ട പേര് അവര് ആവശ്യപ്പെടാതെ കിട്ടണം. ഷെയ്ഖിന് അങ്ങനെ കിട്ടണം. ഷെയ്ഖിന്റെ ആവശ്യമില്ലാതെ, അഭ്യർത്ഥനയില്ലാതെ ആ പേര് ലോകം പറയണം. കുത്തുബുസ്സമാനായത് ജീവിച്ചിരുന്നപ്പോഴല്ല, ആണെന്ന് അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തല്ല. അല്ലേ? അവരൊക്കെ ആരാണ്? ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങള് ഏറ്റവും വില കുറഞ്ഞ അരിയിൽ കഞ്ഞി കുടിക്കുന്ന കണ്ട് കരഞ്ഞിട്ടൊരു ബിസിനസ്സുകാരൻ അദ്ദേഹം വീട്ടിൽ പോയിട്ട് നല്ല കൂടിയ അരി കൊണ്ടുവന്നു. എല്ലാരും പറഞ്ഞു, മമ്പുറം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരി നിങ്ങൾ ഈ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോകുന്ന അരിയാണ്, ഇത് കൊണ്ടു കൊടുത്താൽ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാവും. ഔലിയാക്കൊക്കെ ഇഷ്ടപ്പെട്ടതാണ് കൊണ്ടു കൊടുക്കേണ്ടത്. അദ്ദേഹം അത് വാങ്ങിക്കൊണ്ട് മമ്പുറം തങ്ങൾ കൊണ്ട് കൊടുത്തു. തങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അല്ലെ? കൃത്രിമ ഔലിയാണെങ്കിൽ ചിലപ്പോൾ പറയും എനിക്കൊന്നും വേണ്ട, മാറ്റി വെച്ചു, അതൊന്നും കഴിക്കലില്ല. ബഹുമാനപ്പെട്ടവർ വാങ്ങിച്ചു, സന്തോഷത്തോടെ വാങ്ങിച്ചു. അള്ള ബർക്കത്ത് കിട്ട മോനെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം പോയിട്ട് ചോദിച്ചു, ഉസ്താദ് തങ്ങൾ ഇന്നലെ ഞാൻ കൊണ്ടുവന്ന അരി കഞ്ഞി വെച്ച് കുടിച്ചായിരുന്നു? അത് ഞാൻ കുടിച്ചില്ല മോനെ. കാരണം എന്താണെന്നറിയോ, എനിക്കത് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതിനെ അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ ഞങ്ങൾ ആരും നന്മയുള്ളവരല്ലെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനെങ്ങനെ കഴിക്കാനാ? ഞാനത് ഇന്നലെ ഒന്ന് എല്ലാ ആളുകൾക്കും കൊടുത്തു. ഇതാണ് കുത്തുബുസ്സമാൻ. അല്ലാതെ ബിസിനസ്സുകാരെ വീട്ടിൽ പോയി കാര്യം വെച്ചിരുന്നിട്ട് അങ്ങോട്ട് എഴുതി വാങ്ങിച്ച് അപ്പൊ ശരിയെന്നാ ഓക്കെ മനുഷ്യരെ കാണാന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്നവനല്ല. അവരല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ മമ്പുറം തങ്ങളെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷമാണ് ലോകം ബഹുമാനപ്പെട്ടവരെ കുത്തുബുസ്സമാൻ എന്ന് വിളിച്ചത്. അള്ളാഹു അവിടുത്തെ ഗുരുത്വം നമുക്ക് തെരുമാറാകട്ടെ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? വലിയെന്ന് പറഞ്ഞാൽ ആരാ? കമ്മുസൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിന്റെ മുമ്പ് വരുമ്പോ ആ ചിന്ത കൊണ്ട് പുളകം കൊള്ളണം. അപ്പോഴാണ് സിയാറത്ത് കബൂലാകുന്നത്. അവിടെയാണ് പ്രാധാന്യം ഉണ്ടാകുന്നത്. അവിടുത്തെ കറാമത്ത് ഓരോ ആണ്ടിനും ഇവിടെ വെളിവായിക്കൊണ്ടിരിക്കുമ്പോ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു പരിധിവരെ എങ്ങനെയൊക്കെ അള്ളാഹുവിനെ കുറിച്ചറിയാൻ പറ്റുമോ അങ്ങനെയൊക്കെ അറിഞ്ഞവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. അങ്ങനെ പടച്ചതമ്പുരാനെ തിരിച്ചറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കള്. മാത്രമല്ല അൽ മുവാളബു അല ഇബാദത്തിൽ നിത്യമായിരിക്കും അവർ. ഏതുവരെ? മൈൻഡ് നഷ്ടപ്പെട്ടു പോകുന്നതുവരെ. മൈൻഡ് നഷ്ടപ്പെട്ടു പോകും. പ്രേമിച്ച് 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 ഭ്രാന്തെടുക്കുന്നവരില്ലേ? ഇപ്പൊ ദുനിയാവിൽ ഒരാണും പെണ്ണും പ്രേമിച്ചിട്ട് ആണിന് ഭ്രാന്തായി പോകുന്നു. ലൈല മജ്നൂൻ എന്ന പേര് വന്നിട്ട് തന്നെ ലൈലയെ ഒരുപാട് പ്രേമിച്ച് കാമുവിന് ഭ്രാന്തായത് കൊണ്ടാണ്. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം. മക്കൾക്ക് പേരിട്ട് കളയുന്നത്. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ് അർത്ഥം. അപ്പൊ ലൈല മജ്നൂൻ അല്ലാഹുവിനെ പ്രേമിച്ച് പ്രേമിച്ച് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് നിസ്കാരം നിർബന്ധമില്ലടോ മൊയ്ലാരെ. അവർക്ക് നിസ്കാരം നിർബന്ധമില്ല. ഭ്രാന്ത് പിടിച്ചവർക്ക് നിസ്കാരമില്ല. ബുദ്ധി നഷ്ടപ്പെട്ടു പോയവർക്ക് നിസ്കാരം നിർബന്ധമില്ല. അതുകൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ടു പോയവരാണ്, മസ്തു ബാധിച്ച മസ്താന്മാരാണെങ്കിൽ അവർ നിസ്കരിക്കൂല്ല.
അവരെ തൊട്ട് കളിക്കാനും അവരെ മര്യാദ പഠിപ്പിക്കാനും നിങ്ങൾ മലയാള പുസ്തകമായിട്ട് ചെല്ലണ്ട. നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിക്കോ. അവരെ തൊട്ട് കളിക്കാൻ നിൽക്കരുത്. വലിയ സങ്കടം ഉണ്ടാവും. വളരെയധികം ആലോചിക്കേണ്ട കാര്യമാണ്. അവരെ എവർക്ക് തിരിച്ചറിയാൻ പറ്റൂ? ഔലിയാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റൂ. ഇപ്പൊ ഞാനിപ്പോ അടുത്ത സിയാറത്തിന് പോയപ്പോ എന്നോട് പലരും പറഞ്ഞു, ഉസ്താദേ ഈ മക്കാമിൽ നിങ്ങളൊന്ന് ഇറങ്ങണം. ഇവിടെ ശംസുൽ ഉലമ വരുമ്പോഴൊക്കെ ഇറങ്ങി ദുആ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇറങ്ങും. കാരണം എന്തെന്നറിയോ? ശംസുൽ ഉലമ നവ്വറല്ലാഹു മർകദഹു അവർ യാത്രക്കിടയിൽ ഏതെങ്കിലും മഖാമിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മഖാമുകളൊക്കെയും ഔലിയാക്കളുടെ കേന്ദ്രമായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇന്നും ചില ഉസ്താദുമാർ, ആ ബന്ധമുള്ളവർ ആ സിയാറത്ത് സൂക്ഷിക്കുന്നത് അവരെ പരസ്പരം തിരിച്ചറിയാനുള്ള പവർ അവർക്കുള്ളത് കൊണ്ടാണ്. എന്റെ പ്രിയമുള്ളവരെ, അപ്പോൾ ആരാധനകളിൽ നിമഗ്നരായിരിക്കും ഔലിയാക്കൾ. പിന്നെയോ അൽ മുജ്തനിബു അനിൽ മഹാസി, പാപങ്ങളിൽ നിന്ന് ഒഴിവായവരാണ്, തെറ്റിൽ നിന്ന് ഒഴിവായവരാണ്, പാപക്കറകളിൽ നിന്ന് പാതകങ്ങളിൽ നിന്ന് ഒഴിവാകുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ട് മഖാമിൽ വരുന്നവരും അങ്ങനെ ആയിരിക്കണം. ഇൻഷാ അല്ലാഹ് ഈ മഹല്ലിന്റെ കീഴിൽ, ഈ ഉസ്താദുമാരുടെ കയ്യിൽ, ഈ സംഘാടകരുടെ കയ്യിലായിരിക്കുന്നിടത്തോളം കാലം ഖമ്മസുഫിറദിയല്ലാഹുവിന്റെ മഖാമിന് മുന്നിൽ ഹറാമ് നടക്കൂല. അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്. ദുനിയാവിന്റെ ആളുകാർ കൊണ്ടുപോയി ഹറാമും കൊട്ടും കൊലവയുമായി അല്ലാഹുവേ കള്ളും ഗഞ്ചാവും വലിഞ്ഞൊഴുകുന്ന ഒരു ഹറാമിന്റെ പരിസരമായി തയ്യോട്ടിച്ചിറയെ മാറ്റരുത് അല്ലാഹ്. തെങ്ങിന്റെ മുകൾ ഭാഗത്തുള്ള കള്ളുപോലും സുബ്ഹാനല്ലാഹ്, തെങ്ങിന്റെ മുകൾ ഭാഗത്തുള്ള കള്ളുപോലും ഈ തയ്യോട്ടിച്ചിറയിലെ കമ്മുസൂഫിയുടെ ബറക്കത്ത് കൊണ്ട് പരിസരവാസികൾക്ക് കിട്ടാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ച് തയ്യോട്ടിച്ചിറയിലെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കുക. അൽ മുജ്തനിബു അനിൽ മാസി, പാപങ്ങൾ വെടിഞ്ഞുകൊണ്ട് ജീവിച്ചവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ട് ആണ്ടിന് വരുന്ന തയ്യോട്ടിച്ചിറയിലെ പെണ്ണേ, നിന്റെ ഒരു തലമുടി പുറത്ത് കാണാൻ പാടില്ല. അന്യപുരുഷനുമായി നീ സംസാരിക്കാൻ പാടില്ല. പ്രസംഗം കഴിഞ്ഞു പോകുമ്പോ അവരുമായി ചാഞ്ഞും ചെരിഞ്ഞ് കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറഞ്ഞ് പോകാൻ പാടില്ല. അവര് ഹറാം വെറുത്തവരാണ്, അവര് ഹറാം ഇഷ്ടപ്പെടാത്തവരാണ്. അതുകൊണ്ട് അവിടെ വരുന്നവരും അത് ചെയ്യാൻ പാടില്ല, അവിടെ വരുന്നവരും അത് ചെയ്യാൻ പാടില്ല. സമസ്തയുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ഒരിക്കലും അവർ അംഗീകരിക്കുന്നതല്ല. ഒരു മഖാമിന്റെ മുമ്പിലും ഹറാം നടക്കുന്നത് അവർ പൊരുത്തപ്പെടുന്നതല്ല. അതുകൊണ്ട് തയ്യോട്ടിച്ചിറയിൽ വന്ന സൗഭാഗ്യവാന്മാരെ, അങ്ങനെ പൊരുത്തമുള്ള ഒരു മഖാമിന്റെ മുമ്പിലാണ് നിങ്ങളുള്ളത്. അൽ മുജ്തനിബു അനിൽ മാസി, പാപങ്ങളിൽ നിന്ന് ഒഴിവായവരാണ്. പിന്നെയോ അൽ ഇൻഹിമാഖി വശഹവാ, ദുനിയാവിന്റെ സുഖരസങ്ങളിൽ നിന്ന് ഓടിയിരിക്കുന്നവരാണ്. അല്ലാഹുവേ, അവർക്ക് ദുനിയാവിന്റെ സുഖങ്ങളില്ല, അവർക്ക് ദുനിയാവിന്റെ രസങ്ങളില്ല, അവർക്ക് ദുനിയാവിന്റെ ആനന്ദമില്ല, അവർക്ക് ദുനിയാവിന്റെ ആഡംബരങ്ങളില്ല, ആഹ്ലാദമില്ല, പൊട്ടിച്ചിരികളില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എവിടെയാണ് പൊട്ടിച്ചിരിച്ചത് നിങ്ങൾ കണ്ടിട്ടുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, അവര് വല്ലപ്പോഴും ഒന്നേ ചിരിക്കുകയുള്ളൂ. പക്ഷേ ആ ചിരിയുണ്ടല്ലോ, ആയിരക്കണക്കിന് മനസ്സുകൾക്ക് സന്തോഷം തരുന്നതാണ്. മറക്കാനാകാത്ത എത്ര ചിരികളാണ് നമ്മുടെ മനസ്സിന്റെ കത്ത് നാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാലം എത്ര മറന്നുപോയാൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് ഞങ്ങളുടെ പുഞ്ചിരി ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അല്ലാഹുവേ ദർജ എത്തിക്കൊടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഗുരുനാഥന്മാർ, അല്ലാഹുവേ പടച്ചവനെ, അവരെ പുഞ്ചിരി ഞങ്ങളുടെ മുഖത്തൊന്നും പോകൂല തമ്പുരാനെ. അവരെ പുഞ്ചിരി ഞങ്ങളുടെ മനസ്സിന് കീഴടക്കി കളഞ്ഞവരാണ്. അവരൊരുപാട് പൊട്ടിച്ചിരിക്കുന്നവരല്ല, ഔലിയാക്കൾ ഒരുപാട് ആഹ്ലാദിക്കുന്നവരല്ല, ദുനിയാവിന്റെ സുഖങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നവരെന്ന് മാത്രമല്ല, ആ രസം അവരെ പിടിച്ചു വിഴുങ്ങുന്ന പേ പിടിച്ച നായനെ പോലെ പിന്നാലെ കടന്നു ചെല്ലുമ്പോ അവരതിനെ തട്ടിമാറ്റി ആവേശത്തോടെ മുന്നേറുന്നവരാണ്. വീണ്ടും മഹാരന്മാര് പറയുന്ന ഊനത്തും അരനാസി ഹഫീഫ, ഔലിയാക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ചെലവ് ജനങ്ങളുടെ മേൽ വളരെ ലഘുവാണ്. അത് ആണ്ട് നേർച്ച നടത്തിയാലും ശരി, അവര് ജീവിച്ചിരിക്കുമ്പോ അവർക്ക് കൊടുത്താലും ശരി, ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല.
ഇപ്പൊ ഇവിടെ ഇത്രയും വർഷമായിട്ട് ആണ്ട് നടക്കുന്നു. ആണ്ട് നടത്തിയിട്ട് നമ്മൾ ആകെ കടത്തിലാണ് ഉസ്താദേ എന്ന് കമ്മൂസൂഫി റളിയല്ലാഹുവിന്റെ മഖാമിലെ ഒരു സംഘടകരും പറയൂല. പറയണമെങ്കിൽ അവര് കൈയിട്ട് വരണം. പറയാൻ പറ്റൂല. യഥാർത്ഥ വലിയന്റെ മഖാമിലുള്ളവർക്ക് പറയാൻ കഴിയില്ല. ശംസുൽ ഉലമയുടെ ആണ്ടാണ് ഇപ്പൊ ഈ അടുത്ത സമയത്ത് നവറല്ലാഹു മർക്കദു ഏറ്റവും അധികം കേരളം മുഴുവൻ നടത്താൻ പോകുന്നത്. നമ്മളിപ്പോ തെക്കൻ കേരളത്തിൽ തുടങ്ങുകയാണ് ഈ വർഷം മുതൽ. അതൊരു വല്ലാത്ത ബറക്കത്തും പുണ്യവുമാണ്. ആ പുണ്യത്തിന്റെ കാര്യം പറയാൻ കഴിയില്ല. ഞാനിപ്പോ എന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചത് അങ്ങനെ സംഭവിച്ചതിന് ശേഷം പിന്നെ വീട്ടിൽ ആ പഴയ ഒരു പ്രായത്ത് മടങ്ങി വരുന്നതിന് ഇച്ചിരി പ്രയാസമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കേസല്ല. അന്ന് ഇതുപോലെ നല്ല ക്ഷമിച്ചൊക്കെ പ്രസംഗിക്കുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്തെങ്കിലും കുറച്ചു ദിവസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സങ്ങ് പൊടിഞ്ഞു പോകും. പ്രത്യേകിച്ച് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഞങ്ങളൊക്കെ ഒരുപാട് ഹദീസുകൾ കാണുകയൊക്കെ ചെയ്തു. ഭാര്യ നല്ല പഠിത്തമൊക്കെയുള്ള പെണ്ണാണെങ്കിൽ പോലും പ്രസവിച്ചവരല്ലേ അല്ലേ, എത്ര സ്വപ്നങ്ങളുണ്ടാകും മനസ്സിൽ. മൂത്ത കുട്ടി കൂടിയല്ലേ, റബീഉൽ അവ്വൽ 12-നാണ് അവൻ ജനിച്ചത്. അന്ന് എനിക്കറിയാം ഇച്ചിരി പ്രശ്നമുള്ളവനാ. റബീഉൽ അവ്വൽ 12-നൊക്കെ ജനിക്കുന്നവരൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നല്ല ബുദ്ധിയായിരുന്നു, നല്ല കഴിവായിരുന്നു. അപ്പൊ ഇത് ആഖിറത്തിന് വേണ്ടി അള്ളാഹു തന്ന ഒരു സംഭവത്തെ കുറച്ചാൾ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു വന്നത്, അപ്പൊ ഈ വിയോഗത്തിന് ശേഷം വീട്ടിൽ ആ ഒരു ഭാര്യയുടെ ഒരു മാനസികമായ സങ്കടാവസ്ഥ. മക്കളെ പഠിപ്പിക്കുമ്പോ കരയും. കാരണം എന്താ, മറ്റവന് ഒരു വാക്ക് പറഞ്ഞു കൊടുത്താൽ മതി, നല്ല മെമ്മറിയാണ്, പെട്ടെന്ന് തന്നെ പതിഞ്ഞിരിക്കും. അവയവതി വരും, പെട്ടെന്ന് തന്നെ പതിഞ്ഞിരിക്കും, നല്ല ഓർമ്മശക്തിയാണ്. അതുപോലെ ഈ ബാക്കിയുള്ള മക്കളെ കുളിപ്പിച്ചൊരുക്കി സ്കൂളിൽ വിടുമ്പോ വീണ്ടും കരയും. മറ്റവനെ അവൻ ആദ്യം കുളിക്കും, അവൻ ആദ്യം ഒരുങ്ങൊക്കെ ചെയ്യും. എല്ലാം കൊണ്ടും ആ ഒരു ടെൻഷൻ. എന്താണ് പ്രതിവിധി ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയില്ല. എന്ത് മാർഗമാണ് ഇതിന് രക്ഷപ്പെടുത്താൻ? സത്യസന്ധമായി നിങ്ങളോട് തുറന്നു പറയാണ്. നിങ്ങളുടെ മനസ്സിൽ അതൊരു ഗുണപാഠമാകണം. അതിനു വേണ്ടിയിട്ടാണ് പറയാം. ഞാൻ ചിന്തിച്ചു, ഒരു സിയാറത്തിന് പോയാലോ എന്ന് ചിന്തിച്ചു. ഒരു സിയാറത്തായാലോ. അപ്പോ ഭാര്യയോട് പറഞ്ഞൊന്ന് പോയാലോ. അപ്പൊ താല്പര്യമില്ല, യാത്രയൊന്നും വേണ്ട, എല്ലാ ദിവസവും അവനെ കൊണ്ട് പോയിക്കൊണ്ടിരുന്നതല്ലേ ഒരുപാട് സ്ഥലത്തൊക്കെ, അതുകൊണ്ട് ഇനി അങ്ങനെ പെട്ടെന്ന് യാത്രയൊക്കെ പോയി എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് മക്കളെ നിന്നെ കൊണ്ട് നേരെ കോഴിക്കോട്ടേക്ക് പോയി ശംസുൽ ഉലമ നവറല്ലാഹു മർക്കദു അവരുടെ മഖാമിൽ പോയി യാസീനോട് നമുക്ക് ദ്വാരന്നിട്ട് അവിടുന്ന് ബാക്കി സിയാറത്തിന്റെ മേഖലയിലേക്ക് പോവാം. കുഞ്ഞാവതയോ അങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ പോയി എല്ലാ സ്ഥലത്തും പോവാം. അപ്പൊ അങ്ങനെ ശംസുൽ ഉലമ എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ താല്പര്യമാണ്. അതെനിക്കല്ലാവുന്ന വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഒരു താല്പര്യം വരും. വല്ലാഹി അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ ആരെയും ഫോൺ വിളിച്ചെന്നും പറഞ്ഞില്ല. വഴിയിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് വർഷം കഴിച്ച് പോകാൻ അവസ്ഥ. അവക്കിങ്ങനെ എല്ലാരും അഭിമുഖീകരിക്കുന്നതിന് കുറെ മാനസികമായ പ്രശ്നങ്ങളുണ്ട് ഈ സാഹചര്യം ആയതുകൊണ്ട്. ആരോടും പറഞ്ഞില്ല. അങ്ങനെ പോയി അവിടെ നിന്ന് അൽഹംദുലില്ലാ ഒരു അരമണിക്കൂറിലധികം ആ മഖാമിന്റെ സ്ത്രീകളിരിക്കുന്ന ഭാഗത്ത് പോയി രാത്രി പോയി. മക്കളെ കൊണ്ട് ഞാൻ ഇപ്പുറത്തിരുന്നു. അവിടുത്തെ ഉസ്താദ് ഇറങ്ങി വന്നു. അവിടുത്തെ ഹാഫിദീങ്ങളൊക്കെ പരിചയപ്പെട്ടു. അവർക്കൊക്കെ മുത്തം കൊടുത്തു, മുസാഫഹത്ത് ചെയ്തു, ഒക്കെ റാഹത്തായി. വല്ലാഹി അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്റെ വീട് പഴയ വീട് പോലെ ആയില്ലെങ്കിൽ പോലും ഒരു 90% ആ ഒരു സങ്കടത്തിന്റെ ഒരവസ്ഥയിൽ ഒരു ചെറിയ ഒരു പരിഹാരമുണ്ടായത് അതിനുശേഷം. എനിക്ക് ഉറപ്പായിരുന്നു ആ സിയാറത്ത് കഴിയുന്നതോടുകൂടി സംഭവം റാഹത്താകുന്നത്. ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിന്റെ ഒരു തൃപ്തി. അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതാണ് ഇവിടെ വന്നാലും അത് കിട്ടണം. ലോകത്തേത് വിലായത്തിന്റെ പദവിയുടെ മഹത്വമുള്ള ആളിന്റെ അടുത്ത് ചെന്നാലും അത് കിട്ടണം. അത് കിട്ടിയേ മതിയാവും. അത് കിട്ടുമ്പോഴാണ് അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്. അള്ളാഹ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത് അവരറിയുന്നുണ്ട്. റബ്ബേ, ഞങ്ങളുടെ ഖൽബിന്റെ വേദന അവരറിഞ്ഞല്ലോ. ഞങ്ങൾ ചെന്ന് സങ്കടം പറഞ്ഞപ്പോ അവര് കേട്ട് പരിഹരിച്ചല്ലോ. അപ്പോഴാണ് തൃപ്തി തോന്നുന്നത്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. കമ്മസൂഫിയുടെ റൂഹിന്റെ പ്രഭ അൽഹംദുലില്ലാഹ് ഇവിടെയുണ്ട്. എന്ത് ആഗ്രഹം വെച്ചോട് ഇവിടെ വേറെ പിരിവൊന്നുമില്ല. എന്റെ വിഷയം എനിക്ക് വൃത്തിയായി പറഞ്ഞു തീർക്കാം. നല്ല 1-2 ചരിത്രമൊക്കെ പറയാനുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു പൈസയായിട്ട് എടുത്ത് കയ്യിൽ വെക്കണം. എല്ലാവരും മുത്തഅല്ലിമീങ്ങളുണ്ടെങ്കിൽ 10 രൂപ കയ്യിലുണ്ടെങ്കിൽ എടുത്തു വെക്കണം. ഇതൊരു പുണ്യമാണ്. എല്ലാവരും എടുത്തു വെക്കണം. അൽഹംദുലില്ലാഹ്
ഞങ്ങളുടെ ജീവിതത്തിൽ മക്കൾ മരിക്കാതിരിക്കാനാണോ, അല്ലെങ്കിൽ പിന്നെ ജോലി കിട്ടാനാണോ, കടം തീരാനാണോ, ക്യാൻസർ വരാതിരിക്കാൻ, എന്താണോ നമ്മുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹം? ആഗ്രഹങ്ങളിൽ ഒന്ന്, എല്ലാ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടാവും, അതിൽ ഏറ്റവും നല്ല ഒരു ആഗ്രഹം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, ഈ മഹാനുഭാവന്റെ ഹളറത്തിൽ നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ബക്കറ്റിലേക്ക് ഒരു സ്വതക്ക ഇട്ട് കൊടുക്കാം. എല്ലാവരും ചെയ്തു കൊടുക്കുക. ഇതിൽ പരം ഒരു ബറക്കത്തും പുണ്യവും കിട്ടാനില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്ക റബ്ബേ, നീ സ്വീകരിക്ക തമ്പുരാനെ. ഈ സദസ്സിൽ വന്ന പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആഗ്രഹം നിയ്യത്ത് ചെയ്ത് ബക്കറ്റിലേക്ക് ഒരു 100, 200, 500 രൂപ സ്വതക്ക ചെയ്യുമ്പോ, നാഥാ ഇവിടത്തെ മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ, അവിടത്തെ കറാമത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലാ, ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവരുടെ ഗുരുത്വം കൊണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ ആഗ്രഹം നീ നടത്തിക്കൊടുക്കണേ അല്ലാ. അപ്പോ ഔലിയാക്കളുടെ ചിലവ് നടത്തുന്നത് മനുഷ്യന്റെ മേൽ ഖഫീഫാക്കി കൊടുത്തിരിക്കുന്നു അല്ലാഹ്. അപ്പോ അള്ളാന്റെ ഔലിയാക്കളാണെന്ന് തിരിയും. ഏതെങ്കിലും ഒരു ആണ്ട് നേർച്ച നടത്തുന്നതിന് സംഘാടകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന ആൾ അള്ളാന്റെ ഔലിയ അല്ല എന്ന് ഉറപ്പിക്കണമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅന്നത്തുഹും അലന്നാസി ഖഫീഫ, അവരുടെ ചിലവ് നടത്താൻ ജനങ്ങൾക്ക് വളരെ എളുപ്പം അള്ളാഹു ചെയ്തു കൊടുക്കും. ഇപ്പോ തൃപ്പനച്ചി ഉസ്താദിനെ നോക്കിയവരോട് നിങ്ങൾ ചെന്ന് ചോദിക്കണം. അവിടെ ആണ്ടിന് നവംബർ 1 എന്റെ പ്രോഗ്രാം ഉണ്ട്. ആണ്ടിന് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്? അവിടെ ഭക്ഷണം കൊടുക്കുന്നവര് പറയും, ഞങ്ങൾ രാവിലെ ഭക്ഷണം കൊണ്ട് ആ പള്ളിയുടെ നടയിൽ വെച്ചാൽ ചിലപ്പോ ഭക്ഷണം കഴിക്കും, ചിലപ്പോ കഴിക്കൂല. മുഅന്നത്തുഹും അലന്നാസി ഖഫീഫ, ജനങ്ങൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കലും അവരെ പൈസ കൊടുക്കലും അവരെ നോക്കലും ഒക്കെ വളരെ ലഘുവായ കാര്യമാണ്. ഒരു ബുദ്ധിമുട്ടും അവരുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്ക് ഉണ്ടാവില്ല. അവര് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങനെ തന്നെ, മരിക്കുമ്പോഴും അങ്ങനെ തന്നെ. എന്തുകൊണ്ടവരങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ ഒരിക്കൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പട്ടിണി കിടന്നപ്പോ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ പട്ടിണി കിടന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാരി തങ്ങളോട് പറഞ്ഞു, അലിയേ എന്റെ പൊന്നുമോളെ വീട്ടിൽ ഞാനിന്ന് പോയപ്പോലെ ഒരു പട്ടിണിയാണ്, എവിടെന്നെങ്കിലും ഇച്ചിരി പത്തിരി കൊണ്ടുവന്ന് കൊടുക്കണം അലിയേ, എവിടെന്നെങ്കിലും കുറച്ച് പത്തിരി കൊണ്ടുവന്ന് കൊടുക്കണം അലിയേ. ഇത് പറയുന്ന മുത്തറസൂലിന്റെ മുഖത്ത് കണ്ണ് നിറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഹിക്കുന്നില്ല, ഇറങ്ങി ഓടുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു എത്രയോ പരിസരങ്ങളിൽ പോയി, സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കുകയാ. അവസാനം അതാ കുറച്ചു പത്തിരിയും ഒരൽപ്പം ഇറച്ചിക്കറിയും കിട്ടിയപ്പോ സന്തുഷ്ടനായി അലി റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. ആരംഭ റസൂലിന്റെ പ്രിയപ്പെട്ടവളായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് ആ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ ഭക്ഷണം മുമ്പ് കിട്ടുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ കരയുന്നതെന്തിനാ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ മുത്ത് റസൂല് കഴിച്ചു കാണില്ലല്ലോ, എനിക്ക് മുമ്പേ ആ മുത്ത് നബി തങ്ങൾക്ക് ഈ ഇറച്ചിയുടെ കറി കൊണ്ട് കൊടുക്കാതെ ഞാൻ കഴിക്കൂല, തങ്ങളെ ഞാൻ കഴിക്കൂല. മോളുടെ വിശപ്പറഞ്ഞ മുത്തുനബി, ആ നബി തങ്ങളുടെ വിശപ്പറിയുന്ന പൊന്നുമോള്, മാതാപിതാക്കളും മക്കളും തലവെട്ടാ മത്സരിക്കുന്ന നശിച്ച കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മത്തെ പഠിക്കുക, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമെ പഠിക്കുക. നാളെ നല്ല കുടുംബവും നല്ല സമൂഹവും എന്ന ക്ലാസ് കേൾക്കാൻ വേണ്ടി പെയ്യോട്ടിച്ചിറയിലെ മഖാമിന്റെ മുമ്പിൽ ഉച്ചയ്ക്ക് വരാ കാത്തിരിക്കുന്ന പെങ്ങളെ പഠിക്കുക. അല്ലാഹുവിന്റെ റസൂലിന് ഇത് കൊടുക്കാറ് ഈ ഫാത്തിമ കഴിക്കൂല എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ കൊണ്ടു കൊടുക്കാം ഫാത്തിമ. ആ
പത്തിരിയും കൊണ്ട് നബി തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു പത്തിരിയും ഒരൽപ്പം ഇറച്ചിച്ചാറും എടുത്തുകൊണ്ട് ഓടി വരികയാണ്. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് യാ റസൂലല്ലാഹ്, എന്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിക്കാൻ വേണ്ടി നബിയെ ഞാനിപ്പോ കൊണ്ടുവന്ന ഭക്ഷണമാണിത്. പക്ഷേ ഫാത്തിമ കഴിക്കുന്നില്ല റസൂലേ, ഫാത്തിമ കഴിക്കുന്നില്ല നബിയെ. അവിടുന്ന് കഴിക്കാതെ കഴിക്കൂലെന്ന് വാശി പിടിച്ചിരിക്കുകയാണ്. സന്തോഷത്തോടെ ആ ഭക്ഷണം തന്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹാദിഹി അവ്വലു ലുഖമത്തി മുൻദു സലാസത്തി അയ്യാം. 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് എന്റെ കയ്യിൽ വരുന്ന ഭക്ഷണം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് എന്റെ കയ്യിൽ വന്ന ഭക്ഷണം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്. സ്വലാത്തിന് വരുമ്പോ, ദുആ മജ്‌ലിസിന് വരുമ്പോ, നിക്കർ സമ്മേളനത്തിന് വരുമ്പോ, സമ്മേളന നഗരിയിൽ വരുമ്പോ മുത്തഅല്ലിമീങ്ങൾ ശർക്കരയിൽ ഈച്ച വന്നിരിക്കുന്ന പോലെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയിട്ട് കഴിക്കുസ്താദേ. അങ്ങനെ നിങ്ങൾ എത്ര വാരിക്കോരി കൊടുത്താലും ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഒരേ കിടപ്പിൽ എത്ര ദിവസം അങ്ങനെ കിടന്നു എന്നറിയോ? അതെന്തിനാ? ആരംഭ റസൂൽ അനുഭവിച്ചതുപോലെ, അതിന്റെ പിൻഗാമികളായി അഹ്ലു ബൈത്തിന്റെ പ്രഭാഗോപുരങ്ങൾ അനുഭവിച്ചതുപോലെ, തൃപ്പനച്ചിയ പോലെ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഔലിയാക്കളൊക്കെ വിശന്നൊട്ടിയ വയറുമായി കിടന്നതുപോലെ അവരെ ഒന്ന് കിടത്തിയിട്ട് ആ പദവി കൂടി കൊടുത്തിട്ടാ കൊണ്ടുപോയത്. ശരി ഉസ്താദിന് നിങ്ങൾ എത്രയാണ് വാരിക്കോരി കൊടുത്തത്? പക്ഷേ അവസാനം വഫാത്തിന് മുമ്പ് 40 ദിവസത്തോളം അങ്ങനെ തന്നെ വലിയ ഭക്ഷണം കഴിക്കാനാകാത്ത വിധത്തിൽ അല്ലാഹു കിടത്തിയത് എന്തിനാണ് കിടത്തിയത്? എന്തിനാണ് അങ്ങനെ കിടത്തിയെന്നറിയോ? അത് കളിയല്ല, അത് തമാശയല്ല, പയ്യോപ്പിച്ചിറക്കാരോ. അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പോകുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ദറജയുടെ പരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ്. അല്ലാതെ നോക്കി നിന്ന് കളിയാക്കുന്നവർക്ക് പാവം ഇത്രയും വലിയ ഹിദ്മത്ത് നടത്തിയിട്ട് ഇപ്പൊ ചാപ്പാടടിക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ടില്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഇത് അല്ലാഹു ദറജ അധികരിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പദവിയാണ്, അവർക്ക് കൊടുക്കുന്ന ഒരു മേഖലയാണ്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരൊക്കെയും അങ്ങനെ അനുഭവിച്ചിട്ടേ പോകും. അതുകൊണ്ട് അവരുടെ ചിലവ്, അവരുടെ നേർച്ച നടത്തിയിട്ട് എനിക്ക് നഷ്ടം വന്നുപോയി, അവരെ കാര്യം പറഞ്ഞിട്ട് എനിക്ക് കഷ്ടപ്പാട് വന്നുപോയി എന്ന് ലോകത്തൊരു മനുഷ്യരും പറയൂല. നാം പറയപ്പെടുന്ന ഔലിയാക്കളെ കുറിച്ചാണെങ്കിൽ ലോകത്തൊരു ബുദ്ധിമുട്ട് ഓർക്കുണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെല്ലാ ജീലാനി ദിനത്തിന് ഒരു മുഹീദ്റാത്തി ഓതിയൊക്കെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നൂല. 2ാമത്തെ ആണ്ടിന് 10 ആളാണെങ്കിൽ 3ാമത്തെ ആണ്ടിന് 40 ആളാവും, 50 ആളാവും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ 12 മുമ്പ് ഇടേണ്ടി വരും. അതാണ് ഇതുവരെയുള്ള മുഹീദ്റാത്തീവിന്റെ കഥ. ആലോചിച്ച് നോക്കി. ഇനിയിപ്പോ നമ്മുടെ ഉസ്താദന്മാരാരെങ്കിലും ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ ഇജാസത്തോട് തരാണെങ്കിൽ കഴിഞ്ഞു, പിന്നെ ഓതാൻ നേരം ഉണ്ടാവില്ല. ഇപ്പൊ മജ്‌ലിസുന്നൂർ തന്നെ അല്ലാഹു എന്തൊരു കറാമത്താണത്, ചിന്തിച്ചു നോക്കിയേ. മജ്‌ലിസുന്നൂർ വല്ലാത്ത അത്ഭുതമാണ്. സാധാരണ ഈ വടക്കൻ കേരളത്തിൽ ഇങ്ങനെ പടർന്നു പിടിക്കണ ഒരു സാധനവും തെക്കോട്ട് വരലില്ല. തെക്കോട്ട് ഇപ്പൊ മജ്‌ലിസുന്നൂർ കാരണം കയ്യിൽ കാലും വെക്കാൻ വരില്ല. കാരണം എന്താണെന്നറിയോ? തെക്കൻകാർക്ക് ലാഭം ഉണ്ടെങ്കിലേ കാര്യത്തിന് നിൽക്കുള്ളൂ. മജ്‌ലിസിന്നൂർ വലിയ ലാഭം. അങ്ങനെ ഒരു പരിപാടി അവിടെ ഉണ്ട്. ഞാൻ പലപ്പോഴും ബാപ്പു ഉസ്താദ് സംസാരിച്ചപ്പോഴും ആലിക്കുട്ടി ഉസ്താദ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറിയൊരു മന്ദത പ്രവർത്തനങ്ങൾക്ക് അവിടെ വരുന്നത് പ്രവർത്തിക്കാൻ കാര്യമാണ്. അവർക്ക് ഇങ്ങനെ ലാഭം വേണം. മജ്‌ലിസുന്നൂർ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ചൊല്ലിയാൽ മതി, അങ്ങോട്ട് കിട്ടുകയാണ് എല്ലാം. ഭയങ്കര അത്ഭുതമാണ്. എന്റെ കുഞ്ഞുമക്കളൊക്കെ ഇപ്പൊ മജ്‌ലിസുന്നൂർ നടത്തി അവർക്കൊക്കെ അറിയാം. അവരിങ്ങനെ വല്ലാ ബലാവും ആപത്തും ഇടങ്ങേറുകൾ മോസീബത്തും
ബദരീങ്ങളെ ബറക്കത്തിനാലുമായി കാക്കണം യാ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഇവിടെ ഒരു മജ്‌ലിസ് നൂർ നടത്തിയതിന്റെ കൂലി ഈ 2 ബൈത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഹൈദർലി തങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അതൊരു മുത്ത് തന്നെയാണ്, സംഭവമാണ്. അപ്പോ ഈ മജ്‌ലിസ് നൂറില്ലേ, അതങ്ങനെ വളരെയാണ്. അതിനെ ആരും പ്രചരിപ്പിക്കുന്നില്ല, അതിനെ ആരും ഒന്നും ചെയ്യണില്ല. സംഭവം അങ്ങ് വളരെയാണ്. അത്ഭുതകരമായി ഇഞ്ചക്ഷൻ വെച്ച് വളർത്തുന്ന പോലെ ബലൂൺ പെരുവണ പോലെ അതങ്ങനെ പെരുവാണ്. എത്ര അത്ഭുതങ്ങൾ എത്ര സ്ഥലത്ത് നടന്നു, എന്തൊക്കെ നടന്നു എന്നറിയോ? ഭയങ്കര സംഭവമാണ്. അത് ചൊല്ലി തുടങ്ങിയാൽ തീരുന്നത് വരെ ഒരു സുഖവും. എന്റെ നാട്ടിലെ ഒരു 10-30 ചെറുപ്പക്കാര് എന്റെ വീട്ടിൽ മജ്‌ലിസ് നൂർ നടത്തിയെടുക്കുന്നത് കാണാൻ വിളിച്ചു. എല്ലാത്തിനും അറിയാം, എല്ലാ ബൈത്തുകളും സർവ്വ ബൈത്തുകളും മനഃപ്പാടമായിക്കൊണ്ടിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരിക്കലൊക്കെ നടത്തും. നല്ല സുഖമാണ് വീട്ടില്, നല്ല സന്തോഷമാണ്. ഞാൻ നടത്തിയിട്ടുണ്ട്. നമ്മുടെ പള്ളിയിലെ ഖത്തീബിനെ അവിടുത്തെ മുത്തലിമിനെ വിളിച്ച് അൽഹംദുലില്ലാഹ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മഹലിലെ ഖത്തീബ് അയ്യൂബ് ഖാൻ വൈസിയാണ് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന്. ഇവിടുത്തെ നേരത്തെ പ്രസംഗിച്ച അയ്യൂബ് വൈസിയല്ല, അതല്ല, അതൊരു അയ്യൂബ് വൈസിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു അയ്യൂബ് ഖാൻ വൈസിയാണ്. നമ്മുടെ ഒഫൂർ അൻവരി ഉസ്താദിന്റെ ശിഷ്യനാണ്. ഒഫൂർ അൻവരി ഉസ്താദിന്റെ ഡബിളിന്റെ ഡബിളുണ്ട് ഈ അയ്യൂബ് ഖാൻ വൈസി. അതങ്ങനെയാണ്. ശിഷ്യന്മാര് വലുതും ഗുരുനാഥന്മാര് ചെറുതുമാണ്. പുതിയ ന്യൂ ജനറേഷൻ അങ്ങനെയാണ്. അബീബ് വൈസിയുടെ ഒരു ശിഷ്യനെ കുറിച്ച് സംസാരിക്കേണ്ട. അബീബ് വൈസിക്ക് 100 കണക്കിന് ശിഷ്യന്മാരുണ്ട്. പക്ഷെ അബീബ് വൈസി ഇത്രയേ ഉള്ളൂ, ശിഷ്യന്മാർ ഇത്രയാണ്. അത് പ്രശ്നം. അഷറഫിയുടെ കാര്യം അങ്ങനെ തന്നെ. കുമ്പടിയില് അഷറഫിയുടെ ശിഷ്യന്മാരെ കണ്ടു കഴിഞ്ഞാൽ വാപ്പായും മോനെ നടന്നു പോണ പോലെ ഉസ്താദ് ശിഷ്യനോട് പോണുണ്ട്. ഇപ്പൊ കാസർഗോഡ് ജില്ല മൊത്തം പോസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണ്. അക്കുപടി എവിടെ പോയാലും ആദ്യം 10,000 പോസ്റ്ററും കൂട്ടി ഒരു പരിപാടി വെച്ചിട്ട്. അതോടുകൂടി ഇവിടെ ഒരു സമസ്തയുടെ ആള് വന്നിട്ടുണ്ടെന്ന് 10 ആളറിയും. അള്ളാഹു ആർജവം നിലനിർത്തി കൊടുക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവർത്തനങ്ങൾക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. എന്ത് പ്രിയമുള്ളവരെ, അപ്പോ ഇത് ഔലിയാക്കളുടെ തണലും തലോടലും ഉള്ളത് കൊണ്ട് അതങ്ങ് വളർന്നോളും. അവർക്ക് അവരുടെ കാര്യത്തിൽ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കില്ല. നിങ്ങൾ ആണ്ട് നേർച്ച നടത്തിയത് കൊണ്ടോ അവരെ പേര് പറഞ്ഞതുകൊണ്ടോ അവർക്ക് വേണ്ടി ഇറങ്ങിയത് കൊണ്ടോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവൂല. കാരണം എന്തേ? ആ പ്രിയപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മുനത്തുഹും അലന്നാസി ഖഫീഫ, ജനങ്ങൾക്ക് അവരുടെ ചിലവ് അള്ളാഹു തന്നെ ചുരുക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒറിജിനൽ വരിയാണെന്നത് തെളിവാണ്. പിന്നെയോ അവരെ കുറിച്ച് വീണ്ടും പറയുന്നു, യംശൂന ബിസ്സകീന, യംശൂന ബിസ്സകീന, അവര് സമാധാനത്തോടെ നടക്കുന്നവരാണ്. അല്ലാഹുവും ഔലിയാക്കൾ ഭൂമിയെ ചവിട്ടി പൊട്ടിച്ച് നടക്കുന്നവരല്ല. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, അല്ലാഹുവും ഔലിയാക്കൾ ആരാ? അല്ലാഹുവിന്റെ അടിമകൾ ആരാ? യംശൂന അലൽ അർളി ഹൗനാ, അവര് ഭൗതിക ലോകത്ത് വിനയാന്വിതരായി നടന്നു പോകുന്നവരാണ്. അല്ലാഹുവേ, പടച്ചവനെ, അവരല്ലേ നമുക്ക് നേതൃത്വം തന്ന വിലായത്തിന്റെ പദവിയിലെത്തിയവര്. എന്റെ ചെറുപ്പക്കാരാ, നീയും അങ്ങനെ നടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളും അങ്ങനെ നടക്കുക. അല്ലാഹുവിന്റെ ഔലിയാക്കൾ നടന്നുപോയ വഴിയിൽ നടക്കുക എന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ടവരുടെ പൊരുത്തത്തോടെ വിനയത്തോടെ നടക്കുക. മാത്രമല്ല അവരെ കുറിച്ച് പറയുന്ന അജിസാദുഹും ഫിൽ അർളി, അവരുടെ ശരീരം മാത്രമാണ് ഭൂമിയിലുള്ളത്. വായിലുഹും ഫിസ്സമാ, അവരുടെ 2 കണ്ണുകളും ആകാശത്താണ്. എന്തെന്നറിയില്ല, ഔലിയാക്കൾക്ക് ആകാശം വലിയ ഇഷ്ടമാണ്. ഉസാരിമാ റളിയല്ലാഹു അൻഹു പിന്നെ അൽ അജായിബു ഫീ മഖ്ലൂഖാത്തില്ല എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട്, ആകാശത്തിലേക്ക് ഒരു മനുഷ്യൻ നോക്കിയാൽ 10 പുണ്യം അള്ളാഹുവിന് കൊടുക്കുന്നതാണ്. വെറുതെ ആകാശത്തിലേക്ക് ഇപ്പൊ നോക്കാൻ നിൽക്കേണ്ടത് പന്തലാണ്, സലാഹജിയെ. ആകാശത്തിലേക്ക് നോക്കിയാൽ 10 പുണ്യം നിങ്ങൾക്ക് കിട്ടും. വരവൂര് മസ്താൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, വരവൂര് മഖാമിന് മസ്താൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ വന്നവരോട് ചോദിക്കും, മഴക്കാറുണ്ടോ എന്ന് നോക്കൂ മക്കളെ എന്ന് പറഞ്ഞ് എല്ലാവരും ആകാശത്തിലേക്ക് നോക്കിപ്പിക്കും. ഇവിടുത്തെ മഖാമിന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? എന്താ സംഭവം? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദഹു അവറുകൾ ഈ മണ്ണിൽ കമ്മുസൂഫി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നപ്പോ പറഞ്ഞു, എന്റെ മഖാമിന്റെ മുമ്പിൽ ആകാശത്തിലൊരു തടസ്സം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുകളിൽ ഇങ്ങനെ കെട്ടി വാർത്തെടുക്കണ്ട, അതങ്ങനെ നിന്നോട്ടെ, ആകാശത്തിലേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലായിക്കോട്ടെ. അങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്. അള്ളാഹുവേ, ഇവരെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ സുബഹി വാങ്ങുവരെ എന്ന തീരുവപ്പെട്ടവരെ.
യാഥാർത്ഥ്യങ്ങളല്ലേ ഇത്? ഇവിടെ വരാൻ കഴിഞ്ഞ നിങ്ങളും ഞാനും ഭാഗ്യവാനാണ്. യാദർച്ഛികമായിട്ടാണെങ്കിലും അള്ളാഹുവേ പടച്ചവനെ എന്നെ ഇവിടെ കൊണ്ടുവന്നല്ലോ. കമ്മസൂഫിനെ അള്ളാഹു മറക്കത, അവിടുത്തെ പൊരുത്തം എനിക്ക് തരണ റബ്ബേ. ഞാൻ ഓടി വന്നത് അതിനു വേണ്ടിയാണ്, ഞാൻ ഓടി വന്നത് അതിനു വേണ്ടിയാണ് റബ്ബേ, ഞാൻ ഓടി വന്നത് അതിനു വേണ്ടിയാണ്. അല്ലാതെ വല്ല വിനയഗുനയനായ പണ്ഡിതനായതുകൊണ്ടല്ല. അശ്രവി പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അഹങ്കാരി എന്ന് വിളിച്ചാൽ അത് തന്നെയാണ്, അഹംഭാവി എന്ന് വിളിച്ചാൽ അത് തന്നെയാണ്. അതിനെ തിരുത്താൻ ഞാൻ ആളല്ല. പക്ഷേ ഞാൻ തെയ്യോട്ടിച്ചിറയിൽ വന്നത് കമ്മസൂഫി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വിലായത്തിന്റെ തുല്യതയില്ലാത്ത പാണ്ഡിത്യത്തിന്റെ മഹത്തുക്കളുടെ മാധുര്യത്തിന്റെ മുമ്പിൽ ഒന്ന് വന്ന് നിൽക്കാൻ കഴിയുന്നത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരുന്ന സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. അവരാണ്ടിന് പ്രസംഗിക്കുക എന്നത് ചെറിയ കാര്യമല്ല. അവരാണ്ടിന് എഴുന്നേറ്റിൽ നിന്ന് നിങ്ങളെ അഭിമുഖീകരിക്കുക എന്നത് അള്ളാഹു തന്ന മഹാഭാഗ്യമാണ്. നീ നിലനിർത്തി തരണേ അല്ലാഹ്. ശരീരം എവിടെയാണ്? അവരെ ശരീരം എവിടെയാണ്? ഭൂമിയിലാണ്. വാഇദത്തുഹും ബിൽ അർശി, അവരെ ചിന്തകളുണ്ടല്ലോ അത് മുഴുവനും അല്ലാഹുവിന്റെ അർശിലാണ്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞത്, വൽ ഖൽബു അർശുല്ലാഹി ഫിൽ ഇംകാനി ഹുവ ബൈതുൽ മഅ്മൂർ ഫിൽ ഇൻസാനി. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഹൃദയമുണ്ടല്ലോ അള്ളാഹു ഇരിക്കുന്ന സിംഹാസനമാണ്. അതുകൊണ്ട് കറാമത്ത് കാണിച്ച് ഔലിയാണെന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. കാഴ്ചയില്ലാത്ത സാധുവായ ഒരു മനുഷ്യനാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ മക്കളെ സഹായിക്കട്ടെ. എവിടെയെങ്കിലും ഒന്നുകൊണ്ട് ഇരുത്തിയരെ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് പിന്നീട് എന്നോട് പറഞ്ഞാൽ മതി. ഒന്ന് ഇരുത്തിയരെ അവിടെ ദുആരക്ക ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അതേ ഒരു തുണ്ടോ ലിസ്റ്റോ കൊണ്ടു ഞാൻ ചെയ്തോളാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും പൊരുത്തപ്പെടും. അവര് കൈയൊന്നും അങ്ങനെ എഴുന്നേറ്റ് കാണാനൊന്നും ഇല്ല. സാധുവായ മനുഷ്യനൊന്ന് കൈ കൊടുത്തോട്ടെ. ഫിറോസ് ബാബു എന്ന സാധുവായ കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കടങ്ങൾ തീരാൻ വേണ്ടിയിട്ട് കമ്മസൂഫിയുടെ ഹദറത്തിലേക്ക് അദ്ദേഹത്തിന്റെ പോക്കറ്റ് ചെറിയ തുകയെല്ലാം കൂടി കൂട്ടിയിട്ടൊരു കവറിലാക്കി ഉസ്താദിന്റെ വാത് കേൾക്കാൻ കഴിഞ്ഞത് വലിയ സൗഭാഗ്യമാണ്. കാണാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അള്ളാഹു ആ കണ്ണുകൾക്ക് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള കഴിവ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോ പെരിങ്ങത്തൂര് പരിപാടിക്ക് പോയി. പെരിങ്ങത്തൂർ ആണ്ട് നിറച്ച്, പ്രാവശ്യമല്ല ആണ്ട് നിറച്ചാണ്, എന്താണെന്നറിയില്ല. അങ്ങനെ അള്ളാഹു ഓരോ സീസൺ അങ്ങനെ ആക്കിയിരിക്കാണ്. അപ്പോ അതിന് പോയപ്പോ ആ പെരിങ്ങത്തൂരിലെ വീട്ടില് ഒരു മോനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 11 വയസ്സുണ്ട്. അവന് ഒന്നിനൊരു കുറവില്ല, നല്ല ഗ്ലാമർ ഉണ്ട്, നല്ല പയ്യനാണ്. പക്ഷെ രണ്ട് കണ്ണിനും ജനിച്ചത് മുതൽ കാഴ്ചയില്ല. ഏകദേശമുള്ള പ്രഭാഷകന്മാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയി, ഉസ്താദുമാരുടെ അടുത്ത് കൊണ്ടുപോയി ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവനിങ്ങനെ തട്ടിത്തട്ടി, കാഴ്ചയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ തട്ടിത്തട്ടി നോക്കിയിട്ടാണ്. ഇനി എന്നെങ്കിലും ഞാൻ ഈ കൈ കൊണ്ടവിടെ പോയി അവനിങ്ങനെ തട്ടിയിട്ട് പറയും ആ അല്ലേ എന്ന് പറയും. പേരൊന്നും പറയണ്ട, അതല്ലാതെ തന്നെ പറയാൻ കഴിയും. അങ്ങനെയുള്ള നല്ല ബുദ്ധിയും കഴിവുള്ള പക്ഷെ കാഴ്ചയില്ല. അള്ളാഹു ഇങ്ങനെ ഓരോരുത്തരെ പഠിച്ചത് അവരോടുള്ള വെറുപ്പുകൊണ്ടല്ല. ഈ കണ്ണുകൾ തന്നിരിക്കുന്ന നമ്മൾ ആ മനുഷ്യൻ കടന്നു വന്നത് കണ്ടിട്ട് നമ്മൾ ചിന്തിക്കണം, അള്ളാഹു എനിക്ക് തന്ന ഭാഗ്യം, എന്റെ മക്കൾക്ക്, എന്റെ കുടുംബത്തിന് തന്ന സൗഭാഗ്യത്തിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. ഇത് മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ ഫിറോസ് ബാബു എന്ന സഹോദരന്റെ സാമ്പത്തിക ബാധ്യതകളൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അപ്പൊ അത്ഭുതങ്ങൾ കാണിച്ച് ഔലിയാവൂ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ബഹുമാനപ്പെട്ട അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ മുസല്ല വിരിച്ച് കടലിന്റെ മുകളിൽ നിസ്കരിക്കുന്നത് കണ്ടാൽ ഔലിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി ബൈഅത്ത് ചെയ്ത് കളയരുത്. അങ്ങനെ പല പല വേലകളും കാണിക്കാൻ കഴിയുന്ന ആളുകൾ ഇനി വരും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അന്തരീക്ഷത്തിലൊക്കെ നിന്ന് തവാഫൊക്കെ ചെയ്യണ കാണാം. അത് കണ്ടിട്ട് തങ്ങളെന്ന് പറഞ്ഞ് മുത്താൻ പോകരുത്. അങ്ങനെ പല വേലയും കാണും, പല വേലയും കാണും. ഫ്രിഡ്ജിന്റെ മുകളിൽ കറുത്ത തുണി വിരിച്ച് തവാഫ് ചെയ്യുന്ന കാലമാണ്, അല്ലാഹു കാക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പലതും കാണും. ഇപ്പൊ നമ്മൾ പലതും കാണുന്നില്ലേ? എത്രയോ ഔലിയ അല്ലാത്തവർ ഔലിയായി വരുന്നു.
എത്രയോ ആളുകൾക്ക് ഒന്നും അറിയില്ല, ഒരു കഴിവുമില്ല, ഒന്നുമില്ല. പക്ഷെ അവരൊക്കെ ഇന്ന് ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കാണാൻ. ഇതിന്റെ ഇടയിൽ ഞാൻ പറയുന്നു, തീർത്തും നിഷ്കളങ്കരായ നൂറുകണക്കിന് ഔലിയാക്കൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. ഞാൻ അവരെ ഒന്നും പറയാൻ ആളില്ല. അവരുടെ ഗുരുത്വവും അല്ലാഹു നമുക്ക് തരട്ടെ. കള്ളന്മാരെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അത് വീണ്ടും എടുത്തു പറയാണ്. അവർ കള്ളന്മാരാണ് പലരും. സത്യസന്ധരുണ്ട്, അവരെ ഞങ്ങൾ പോയി കാണുന്നുണ്ട്, ഉസ്താദൊക്കെ ചെയ്യുന്നുണ്ട്, ഉസ്താദുമാര് പോകുന്നുണ്ട്. അവരെ തിരിച്ചറിഞ്ഞിട്ട് വേണം അവരുമായി ബന്ധപ്പെടാൻ. വലിയ പ്രശ്നമാണ് ആ മേഖല. അവരുടെ കയ്യിൽ നിന്നൊരു കറാമത്ത് സംഭവിക്കുന്നതിന് അവർ പേടിക്കുന്നവരാണ് യഥാർത്ഥ ഔലിയാക്കൾ. അവർക്ക് പേടിയാണ്, കറാമത്ത് കാണിക്കാൻ പേടിയാണ്. അവർക്ക് കറാമത്ത് കാണിക്കാൻ പേടിയാ. പലരും കറാമത്ത് കാണിക്കാൻ പേടിക്കുന്നവരാണ്. പിന്നെ ചില നിർബന്ധ സാഹചര്യത്തിൽ കാണിക്കേണ്ടി വരും. എത്ര ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. മുമ്പൊരാളുണ്ടായിരുന്നു, ഈ ഭാര്യ അംഗീകരിക്കാത്തൊരു വലിയൊരു കഥയുണ്ട്. നിങ്ങളൊക്കെ ഞാൻ സൂഫി കഥകളിൽ വായിച്ചതാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒരു സന്തോഷത്തിനിരിക്കട്ടെ. അപ്പോ ആ സൂഫി കഥകളിലുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ അംഗീകരിക്കൂല. അത് സാധാരണ ഉള്ള ഒരു പരിപാടിയാണ്. പള്ളിയിലും നാട്ടിലും വീട്ടിലൊക്കെ വലിയ വിലയായിരിക്കും. പക്ഷെ വീട്ടിനകത്തോട്ട് ചെല്ലുമ്പോൾ ഭാര്യ ഒരു കഞ്ഞിയുടെ സ്ഥാനം പോലും ചില ആളുകൾ കൊടുക്കൂല. യഥാർത്ഥ ചില ആത്മീയതയുള്ള ആളുകൾക്ക് പോലും വീട്ടിന്റെ അകത്തിരുന്ന് ഭാര്യയുടെ ഉപദ്രവം ഉണ്ടാവുന്നതാണ്. അത് അള്ളാഹ് കൊടുക്കുന്ന മറ്റൊരു പരീക്ഷണമാണ്. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ വീട്ടില് പ്രശ്നപരിഹാരത്തിന് ചെന്നപ്പോ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ അകത്തിരുന്നുകൊണ്ട് സംസാരിക്കുന്ന ആ ഒരു വർത്തമാനം കേട്ടപ്പോ ജനങ്ങൾ അവിടെ ചെന്നവര് പറഞ്ഞു അത്രേ, അല്ലാഹുവേ, ഈ മനുഷ്യന്റെ ഭാര്യ ഇങ്ങനെ ഒരു അത്ഭുതം, എന്തൊക്കെ വൃത്തികേടുകളാ വിളിച്ചു പറയണത്, അതിഥികൾ വന്ന് ഞങ്ങളെ മാനിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞവർ ഇറങ്ങിപ്പോവാൻ നേരത്ത് യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങൾ ഇറങ്ങി പോകരുത്, നിങ്ങൾ എന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ എന്റെ കുടുംബജീവിതത്തിൽ സംശയിക്കരുത്. ഞാൻ വിവാഹത്തിന് മുമ്പ് അള്ളാഹിനോട് ദുആ ചെയ്തതാണ്, പരലോകത്ത് എന്തെങ്കിലും ശിക്ഷ നീ തരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹ് അതെല്ലാം കൂടി എനിക്ക് ദുനിയാവിൽ തരണം അള്ളാഹ് ദുആ ചെയ്തപ്പോ അള്ളാഹ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്നാരുടെ മോളെ നീ കെട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കെട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്, എന്റെ ആഹാരം വൃത്തിയാകാൻ വേണ്ടിയാണ് അള്ളാഹു അവളെ എങ്ങനെ ആക്കിയത്, അതുകൊണ്ട് നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു. ഇതാ സംഭവം. അപ്പൊ ഏതെങ്കിലും ആണുങ്ങൾക്ക് ഭാര്യയുടെ മുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ആഹാരത്തിന് വേണ്ടി പൊരുത്തപ്പെട്ടുമുണ്ടായി. അവരുടെ റാഹത്ത്, കുടുംബജീവിത സന്തോഷമാവണമെങ്കിൽ ഒറ്റ മാറുകയുള്ളൂ. അപ്പോ ഈ വലിയ മനസ്സിൽ വല്ലാത്ത സങ്കടം, എന്ത് ചെയ്തിട്ടും ഭാര്യ അംഗീകരിക്കുന്നില്ല. വലിയാണ്. അദ്ദേഹം വിചാരിച്ചു, എവൾക്ക് മുന്നിൽ ഒരു കറാമത്തം കാണിച്ചു കൊടുത്താലോ. എന്തായാലും സാധനം കയ്യിലുണ്ട്, പക്ഷെ അങ്ങനെ കാണിക്കുന്നത് ശരിയല്ല. പക്ഷെ ഭാര്യയ്ക്ക് രഹസ്യമായിട്ടൊരു കറാമത്തം കാണിച്ചു കൊടുത്താലോ തീരുമാനിച്ചു. പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ച്, അല്ലാഹുവേ, എന്റെ വീടിന്റെ മുമ്പിൽ എനിക്കൊന്ന് പറന്നു കൊണ്ടുപോകണം, കാറും വേണ്ട ബൈക്കും വേണ്ട, ഒന്ന് പറന്ന്. എന്ത് ചെയ്താലും ഭാര്യ സമ്മതിക്കൂല, കുറ്റപ്പെടുത്തലാണ്. സഹിക്കാൻ പറ്റാതെയാണ് അത് ചെയ്തത്. അങ്ങനെ പള്ളിയിൽ നിന്ന് സംസാരിക്കുകയാണ്. ഔലിയാക്കൾ പ്രധാനിയായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു 4 സ്വർഗ്ഗം എനിക്കുണ്ടെന്ന് ചെറിയ പ്രായത്തിൽ പറഞ്ഞത് പിന്നീട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഉള്ളറയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ ഉലമാക്കൾക്ക് മനസ്സിലായി, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താ. അല്ലാഹുവിനെ ഭയന്ന്, അല്ലാഹുവിന്റെ ലോകത്തെ ഭയന്ന് കണ്ണീരോടെ ജീവിക്കുന്ന പടച്ചതമ്പുരാന്റെ ആശിഖീങ്ങൾക്ക്, ആരിഫീങ്ങൾക്ക് ജന്നത്ത്, 2 സ്വർഗമാണ് അല്ലാഹു കൊടുക്കുന്നത്. വമിന്ദൂനിഹിമാ ജന്നത്താ. അതിന് കൂടാതെ വീണ്ടും 2 സ്വർഗം അവർക്കുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. 4 സ്വർഗമായി. ഈ സ്വർഗമാണ് പിറന്ന ഉടനെ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തന്റെ ഉമ്മയോട് പറഞ്ഞു. ഈസാ നബി മാത്രമേ സംസാരിച്ചുള്ളൂ, അത് മുഅ്ജിസത്താണ്, ഔലിയാക്കൾ അങ്ങനെ സംസാരിക്കൂല എന്ന് പറയരുത്. ഔലിയാക്കൾ സംസാരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൈൽ നദിയുടെ മുകളിലൂടെ നടന്നുപോയില്ലേ? നൈൽ നദിയുടെ മുകളിലൂടെ നടന്നുപോയില്ലേ? മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു നദിയുടെ മുകളിൽ നമസ്കരിച്ചു, സുജൂദ് ചെയ്തു, താഴേക്ക് പോയില്ല. മഹാനായ ഉവൈസ് ബിനുൽ ആമിർ റളിയല്ലാഹു തആല അൻഹു ആ സമുദ്രത്തിന്റെ മുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമസ്കരിച്ച മഹാനാണ്. എതിർക്കാൻ കഴിയില്ല. ചരിത്രം പറയുന്ന ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കല്ലേ.
നിന്റെ കൺമുമ്പിൽ നടന്ന ചരിത്രം പറയുമ്പോ അത് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുന്ന ആനമണ്ടത്തരം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട മടയന്മാരെ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു സമുദ്രത്തിന്റെ മുകൾ ഭാഗത്ത് മുസല്ല വിരിച്ച് നമസ്കരിച്ചവരാണ്. മാത്രമല്ല റൂഹുല്ലാഹി ഈസാ എന്ന പ്രവാചകൻ വരുന്ന മനുഷ്യരുടെ ഖൽബ് കണ്ട് സംസാരിച്ചിരുന്നയാളാ. ആര് വന്നാലും ഖൽബിനകത്ത് എന്തുണ്ടെങ്കിലും, എന്ത് ഖൽബിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുപിടിക്കും. ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല. മുഹീദ്ദീൻ മാലയിൽ പറയണത് എന്താ? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാ നിങ്ങളുടെ കൽബകം എന്നോവർ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാത്രം കിട്ടിയതാണോ ആ മുഅ്ജിസത്ത്? രൂപത്തിൽ ഖുത്ബുൽ അഖ്താബിന്റെ ജീവിതത്തിലൂടെ വന്നില്ലേ? അപ്പൊ നിങ്ങൾ പറയും മുഹീദ്ദീൻ മാല കള്ളമാണ് സാറേ. മുഹീദ്ദീൻ മാല ജയിച്ചിട്ട് 500 വർഷമായി. കോഴിക്കോടുള്ള മുഹമ്മദ് ഖാദി എന്നറിയപ്പെടുന്ന ഖാദി മുഹമ്മദ് എന്നറിയപ്പെടുന്ന ആ മഹാനായ വ്യക്തി കള്ളക്കഥകൾ എഴുതി വെച്ചതല്ല. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അവർ ചൊന്ന ബൈത്തീന്നോ തഹജാക്കി താബീന്നോ അങ്ങനെ തക്മീല എന്നെന്നും ചെന്നോവർ. അതെവിടെന്നെങ്കിലും എഴുതിയതല്ല, അത് കെട്ടുകഥയല്ല. ഖുത്ബുൽ അഖ്താബ് ചൊല്ലിയ ബൈത്തുകളുണ്ടല്ലോ, ജീവിതത്തിൽ ഒരുപാട് ചൊല്ലിയ ബൈത്തുകളുണ്ടല്ലോ. മുഹീദ്ദീൻ മാലയുടെ മാധുര്യം മറന്നുപോലെ മണ്ണാർക്കാട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മടങ്ങി വരിക. ഈ കമ്മു സൂഫിയുടെ മഖാമിന്റെ ഹദറത്തിലിരുന്ന് തീരുമാനമെടുക്കുക. ഞാൻ മടങ്ങി വരുമല്ല, എന്റെ വീട്ടിൽ ഞാൻ മാല പാടുമല്ല, എന്റെ വീട്ടിൽ ഞാൻ മാല പാടുമല്ല. അവർ ചൊന്ന ബൈത്തീന്നോ തഹജാക്കി താബീന്നോ. സുബ്ഹാനല്ലാഹ്. മഹാനായ ഖുത്ബുൽ അഖ്താബ് ലൗസുൽ അലം തങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയ ധാരാളം ബൈത്തുകളുണ്ടല്ലോ. ആ ബൈത്തുകളിൽ നിന്നാണ് ഖാദി മുഹമ്മദ് എന്ന മഹാനുഭാവൻ മുഹീദ്ദീൻ മാല എഴുതുന്നത്. എന്നിട്ടോ ബഹുമാനപ്പെട്ട ഇമാം ശത്നൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ബഹജത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ആ ബഹജത്തുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നുമാണ് ബഹുമാനപ്പെട്ടവർ മുഹീദ്ദീൻ മാല എഴുതുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശാന്തമായി കൊടുക്കണമെന്ന ഖുർആൻ, അതൊരു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്ത്. ദുൽഹജ്ജ് മാസം തുടങ്ങി എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ഉളുഹിയ നിയ്യത്ത് ചെയ്തവരുണ്ടെങ്കിൽ എന്ന് ചോദിച്ചാൽ ഇവിടെ വന്നിരിക്കുന്നവരിൽ ഒരു 85% ഉളുഹിയ കൊടുക്കാൻ ബുദ്ധിയുള്ള കഴിവുള്ളയാളാണ്. അദ്ദേഹത്തെ അങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല. ചിന്തിക്കാൻ വേണ്ടി 2 ദിവസം കൊടുക്കാൻ പറഞ്ഞു. ചിന്തിച്ചിട്ട് അദ്ദേഹം പറയട്ടെ. 2 ദിവസം ചിന്തിച്ചു. എന്നിട്ട് അനസുൽ അസ്വദി എന്ന കള്ളപ്രവാചകൻ ചോദിച്ചു, എന്തു പറയുന്നു? നിന്റെ മുഹമ്മദ് നബിയെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഹുവ ഖൈറു ഖൽഖില്ലാഹ് വഅഫ്ളലു ബശരില്ലാഹ് വഅഫ്ളലു റസൂലില്ലാഹ്. എന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും മാധുര്യവും മാഹാത്മ്യവും അബൂ മുസ്ലിമുൽ ഖൗലാനി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോ ഞാൻ ആരാണെന്ന് ചോദിക്കുകയാണ് അനസുൽ അസ്വദി എന്ന കള്ളപ്രവാചകൻ. അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അന്ത കദ്ദാബ്, അന്ത കദ്ദാബ്, അന്ത കദ്ദാബ്. നീ വെറും കള്ളനാനടാ, നീ വെറും കള്ളനാനടാ. ആ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ കത്തിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചു. വിറക് ശേഖരിക്കുകയാ, തീക്കുണ്ടാരം ഒരുക്കുകയാ. അതിന്റെ അകത്തേക്ക് അബൂ മുസ്ലിമുൽ ഖൗലാനിയെ വലിച്ചെറിയുകയാണ്. എല്ലാവരും പൊട്ടിക്കരഞ്ഞു പോയി. കള്ളപ്രവാചകന്റെ കിങ്കരന്മാര് കൊതിയോടെ കാത്തിരിക്കുകയാ. അബൂ മുസ്ലിമുൽ ഖൗലാനിയുടെ ശരീരത്തിന്റെ എല്ലുകഷണങ്ങളെ എടുത്ത് നായ്ക്കെറിഞ്ഞു കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ആ തീക്കുണ്ടാരം അങ്ങോട്ട് കെട്ടുപോയിട്ട് അതിന്റെ അകത്തേക്ക് കിടന്ന് അബൂ മുസ്ലിമുൽ ഖൗലാനിയുടെ ശരീരഹിതങ്ങൾ പെരുകിയെടുക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ആ തീക്കുണ്ടാരത്തിനകത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. പറയൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുത്തത് മുഅ്ജിസത്താണെങ്കിൽ അബൂ മുസ്ലിമുൽ ഖൗലാനിക്ക് അല്ലാഹു കൊടുത്തത് കറാമത്താ.